അവിടുന്നു നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്നു നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയും ആയിരിക്കും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു. സർവശക്തന്റെ തണലിൽ കഴിയുന്നു. കർത്താവിനോട് നിന്റെ സങ്കേതവും നിന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന നിന്റെ ദൈവവും എന്നു പറയും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്തു 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാം. മനോഹരമായിട്ടുള്ള സന്ധ്യയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, ചുരുങ്ങിയ കൂട്ടമായിട്ട് നമുക്ക് കടന്നു വരുവാൻ അനേക ആഴ്ചകളായി മാസങ്ങളായി നടന്നു വരുന്ന ഈ കൺവെൻഷനിൽ കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും ഈ തിങ്കളാഴ്ച വൈകിട്ട് നിന്റെ സന്നിധിയോടടുത്ത് വചനങ്ങളെ കേൾക്കുവാനും ഗാനങ്ങൾ പാടുവാനും സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ഇമ്പങ്ങൾ ഞങ്ങളുടെ നാവിൽ നുയരുവാനും ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ ദാസൻ അനേകം മാസങ്ങളായി ആഴ്ചകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൺവെൻഷൻ്റെ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വന്ന് കേൾക്കുന്ന ജനത്തെയും അതുപോലെ തന്നെ കർത്താവെ, TV-യിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഈ ആലയത്തിൻ്റെ തണലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളൊക്കെ അവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വിത്തുകൾ ഫലം കായ്പാൻ ഇടയാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വചനം ഇന്ന് കടന്നു വന്ന് പ്രസംഗിക്കുവാൻ കടന്നു വന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ ദാസനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. മറ്റുള്ള കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിനായിട്ടാവുന്നു ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? അതൊരു അനുഗ്രഹമായി തീരുവാൻ, കർത്താവെ ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ, അവരുടെ ജീവിതങ്ങളിൽ എല്ലാ ഹൃദയങ്ങളിലും അത് സമ്പാദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്ന ജനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വരാനിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ കടന്നു വന്നു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് എല്ലാവരെയും വാഴ്ത്തട്ടെ. ഇപ്പം നേരം കർത്താവെ, ഞങ്ങൾക്ക് പാടുവാനും ആരാധിക്കുവാനും കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം പറയുന്ന മകനെ വീണ്ടും തിരിച്ചനെ സമർപ്പിക്കുന്നു. പാടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും സാക്ഷിക്കുന്നവരെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരുപോലെ കർത്താവെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നെടുങ്ങി പറക്കുന്നവനായ ഒരു കർത്താവിൻ്റെ ഇമ്പമേറിയ വാക്കുകൾ അടങ്ങുന്ന ഒരു ഗാനം നമുക്കിന്ന് സന്ധ്യയിൽ പാടി ദൈവത്തെ ആരാധിക്കാം. അറിയാവുന്നവർക്ക് ചേർന്ന്
ദൈവത്തിൻ
പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചു. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടയ്ക്കും. കർത്താവിന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യേശു എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതമുണ്ട്. യേശു കാനാവിൽ വന്നപ്പോൾ അവിടെ അത്ഭുതം ചെയ്തു. യേശു ബെഥാന്യയിൽ വന്നപ്പോൾ, ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ അത്ഭുതം നടന്നു. യേശു എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതം കണ്ടേ പോയിട്ടുള്ളൂ. എങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിലാണ് നമുക്ക് അത്ഭുതം നടക്കേണ്ടത്, ആ വിഷയങ്ങൾക്കൊക്കെ ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അത്ഭുതത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സാധാ ദൈവമല്ല, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവ് വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ച് ഏത് വിഷയത്തിലാണ് അത്ഭുതം നടക്കേണ്ടത്, ഏത് പ്രശ്നത്തിലാണ് വിടുതൽ നടക്കേണ്ടത്, അത്ഭുതങ്ങളുടെ രാജാവ്, അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചലിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിലൂടെ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. വീര്യപ്രവർത്തനം നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമാകും. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ പോവുകയാണ്. കെട്ടുകളെ പൊട്ടാൻ പോവുകയാണ്. ഇരുട്ട് വ്യാപാര ശക്തികൾ ഓടി മറിയാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവരുടെ മേലും പകരട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇരുട്ട് വ്യാപാര ശക്തികളെ ആലയത്തിൽ വിട്ടു പോകുവാൻ കൽപ്പിക്കുകയാണ് കർത്താവേ. പരിശുദ്ധാത്മാവ് ചലിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നടക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഇന്ന് മുതൽ രാത്രി ഞങ്ങളുടെ മുന്നിലുള്ള ഇരുട്ട് വ്യാപാര ശക്തികളൊക്കെ മാറട്ടെ. ആരാധനയ്ക്ക് മുമ്പായി, വചനഘോഷണത്തിന് മുമ്പായി പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ കർത്താവേ. എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് നൃത്തത്തോടെ പാടുക എന്നുള്ളതല്ല, നൃത്തത്തോ ചെയ്യുവാനിടയാകണം. നൃത്തത്തോടെ പാടുക എന്ന വായ കൊണ്ട് നമ്മൾ പറയല്ല, നൃത്തത്തോട് തന്നെ പാടുവാനിടയാകും. ഇന്ന് രാത്രിയിൽ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അഴിഞ്ഞു മാറുവാനിടയാകും. കെട്ടുകളുണ്ടെങ്കിൽ പൊട്ടുവാനിടയായി തീരും. ഇരുട്ട് വ്യാപാര ശക്തികൾ നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കരങ്ങളെ അടിച്ചു ദൈവത്തെ ശ്രദ്ധിക്കുമ്പോൾ, നാവ് കരത്തെ അടിക്കുമ്പോൾ കരത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. കരത്തിന്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ നാവിന്റെ ബന്ധനങ്ങൾ അഴിയും. നാവിന്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. നമ്മുടെ ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. നമ്മുടെ ഭവനത്തിനെതിരായി ശത്രു വെച്ചിരിക്കുന്ന എല്ലാവിധമായ ദുരാത്മ ശക്തികളെയും ശത്രു വെച്ചിരിക്കുന്ന എല്ലാവിധമായ അന്ധകാര ശക്തികളൊക്കെ മാറി മറിയുവാൻ എന്ന് പറഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവേ നീയോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന അർത്ഥമായി നടക്കുന്ന പോരുകളെ, പോരാട്ടങ്ങളെ, അന്ധകാരത്തിന്റെ കെട്ടുകളെ, അന്ധകാര ശക്തികളെ, വാഴ്ചകളെ, അധികാരങ്ങളെയും ദുഷ്ടാത്മ ശക്തി പ്രദേശത്തിൽ ഇരുളിന്റെ വ്യാപാര സാധാരണ ആരാധനകൾ, അന്യായ ബന്ധനങ്ങൾ കർത്താവ് എല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. കെട്ടുകൾ പൊട്ടട്ടെ കർത്താവേ. വിടുതൽ നടക്കട്ടെ കർത്താവേ. രോഗബന്ധനങ്ങൾ ഞങ്ങൾ അഴിക്കുകയാണ്. അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവേ ഈ പ്രാർത്ഥന സംഭവിക്കട്ടെ.
ലജ്ജിച്ചു പോകയില്ല. നമ്മൾ പാടുന്ന പാട്ടുകൾ നമ്മൾ നാവെടുത്ത് പാടുമ്പോൾ, നാവെടുത്ത് പറയുമ്പോൾ അത് അപ്രകാരം സംഭവിക്കും. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോലെ വഴിയെ തുറക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് സംഭവിക്കും. പറയുമ്പോൾ തന്നെ സംഭവിക്കും. കരമടിക്കുന്ന ഏറ്റെടുത്തോ, കരമടിച്ച് വഴികള് അടഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി നിങ്ങളുടെ വഴികളെയൊക്കെ ഇന്ന് രാത്രിയിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ വഴിയെ ഇന്ന് രാത്രി തുറക്കുകയാണ്. വിശ്വാസത്താൽ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല, നിറയുന്നതല്ലോ സംസാരിക്കുന്നത്. സംഭവിക്കാത്ത കാര്യങ്ങൾ ഇന്ന് പോൽക്കാലം ഇവിടെ പാടത്തില്ല. ഇന്ന് ഇത് യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ യേശു ജീവിക്കുന്നവനാണ്. ഒരു കെട്ടുകഥയല്ല, ഏതെങ്കിലും ഒരു ചരിത്രമല്ല, അമ്മൂമ്മ കഥയല്ല, അപ്പൂപ്പൻ കഥയല്ല. യേശു കർത്താവ് എന്ന് പറഞ്ഞ റിയൽ ആയിട്ട് ഇന്ന് പോൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. യേശു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്താണ് വെളിപ്പെടേണ്ട നന്മകൾ ഇന്ന് രാത്രി അത് പ്രായപ്പാടിയായിരുന്നു. അത് ആകയാൽ പ്രൈസലോ ആരാധനകൾ, അന്യായ ബന്ധനങ്ങൾ, എല്ലാവിധമാകുന്ന പോരുകളെ ഞങ്ങൾ ശാസിക്കുന്ന കർത്താവേ, ആലയത്തിനെതിരായി, കയറങ്ങൾക്കെതിരായി, മക്കൾക്കെതിരായി, ശുശ്രൂഷകർക്കെതിരായി പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധം ചെയ്യാൻ വിലക്കുമ്പോൾ അത്ഭുതത്തിന് കരം ഇന്ന് ചലിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി ജീവൻ ചെയ്തിട്ടുള്ള വചനങ്ങൾ സംസാരിക്കുമ്പോൾ ജീവനില്ലാത്തവർ ജീവൻ പ്രാപിപ്പാൻ കർത്താവ് ഇന്ന് രാത്രി രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമാകുവാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ, കെട്ടുകൾ പൊട്ടുവാൻ ഇന്ന് രാത്രി കർത്താവെ അങ്ങനെ ജീവിക്കുന്ന നിർമ്മിക്കാൻ സ്തോത്രം. സകലരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കല്ലറ മാത്രം തുറന്ന് വിളിച്ചു പറയുന്നു, അവൻ ഇവിടെയില്ല, അവൻ എവിടെയുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ അവരുടെ മരണത്തെ മരിച്ച അവസ്ഥകളെ മാറ്റുവാൻ, അവരുടെ ജീവിപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ അവൻ ഞങ്ങളുടെ നടുവിൽ അങ്ങനെ ഞങ്ങളുടെ നടുവിൽ വന്നതിനാൽ ഇന്ന് രാത്രി ജീവൻ ചെയ്തിലുള്ളതായ അനുഭവമാക്കി തരുവാൻ പരിശുദ്ധാത്മാവെ ഇന്ന് രാത്രി സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് എല്ലാവരും ഇടപെടുവാനാകണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാവരെയും തൊടുകാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലെ വാതിലുകൾ തുറക്കണമേ, ആഴങ്ങളിലേക്ക് ഇറക്കണമേ. പരിജ്ഞാനത്തോട് ദൈവശക്തിയോട് കർത്താവേ, വെറും വചനമായിട്ടല്ല കർത്താവേ, പരിശുദ്ധാത്മാവിന് നിറവോട് ഇന്ന് രാത്രിയിൽ ദൈവമേ ഉള്ളങ്ങളിൽ കത്തത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എല്ലാവരും ക്രിയ ചെയ്യത്തക്ക നിലയിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് വചനം വരുമ്പോൾ ആവശ്യം അനുസരിച്ച് കർത്താവേ രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമാകുവാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ, കർത്താവ് കെട്ടുകൾ പൊട്ടുവാൻ ഇന്ന് രാത്രിയിൽ ഭാരത്താൽ വരുന്നവർ ഭാരങ്ങൾ മാറുവാൻ, വേദനകൾ അകറ്റി കളയുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും സമാധാനം നൽകി ഇന്ന് രാത്രിയിൽ കർത്താവ് വലിയ വിടുതലുകൾ എവിടെയാണ് വിടുതൽ കിട്ടേണ്ടത് ആ ഭാഗത്ത് വിടുതൽ കിട്ടുവാൻ, ഏത് രാജ്യത്താണ് വിടുതൽ ഭാവിക്കാതെ ഇവിടുന്ന് പ്രാപിക്കുമ്പോൾ ലഭിക്കേണ്ടത് ആ ഏരിയയിൽ കർത്താവേ അവിടുന്ന് വിടുതലുകാരം നീട്ടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വിജയത്തിന്റെ രാത്രിയായി തീരട്ടെ, പിശാച് ഇന്ന് രാത്രിയിൽ പരാജയപ്പെടുന്ന രാത്രിയായി തീരട്ടെ കർത്താവേ. സമാധാനത്തെ ദൈവമോ പിശാച് ഞങ്ങളുടെ കാലിന് കീഴിലാക്കുമെന്ന് അവിടെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങളുടെ തലമയിൽ വഴുവാനല്ല, പിശാചിന്റെ കാലിന്റെ കീഴിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനെ ചവിട്ടി മതിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കേണ്ടതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനുഭവത്തിന്റെ കാലം ജയങ്ങളുടെ പക്ഷത്തുള്ളതിനാൽ, ജയാളിയായ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. എല്ലാ മാനമഹത്വവും അങ്ങേക്ക് തന്നെ ഇരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കും. ദാസൻ അതുപോലെ തൻ്റെ സഹധർമ്മിണി മേരിക്കുട്ടി, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നിച്ച് ആരാധിപ്പാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് ഈ വൈകിട്ടത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി രാവിലെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇത് പ്രാർത്ഥിക്കണമെന്നത്. അതുകൊണ്ട് അതനുസരിച്ച് പാസ്റ്റർ സണ്ണി, പാസ്റ്റർ എം എസ് ജോൺ മുട്ടം, ഇങ്ങനെ കുറച്ച് പ്രിയപ്പെട്ടവരെല്ലാം രാവിലെ വന്നിരുന്ന് ഒരുപാട് നേരം ആത്മാവിൽ 2 മണിക്കൂറല്ല ആത്മാവിനെ ആരാധിച്ച് വലിയൊരു വിടുതലെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ വ്യത്യാസം ഇന്ന് രാത്രി നമ്മൾ അനുഭവിച്ചവരെല്ലാം അപ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലുമാണ് ഈ ജാതി മാറിപ്പോകുന്നെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ
ശുശ്രൂഷകളും അനുഗ്രഹപ്രദമാകണമെങ്കിൽ, വിടുതലോടുകൂടെ ശക്തിയോടുകൂടെ ആരാധിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. അതിനുവേണ്ടി ഇനിയും നാളെയും ഇവിടെ രാവിലെ അങ്ങനെയുണ്ട്. കടന്നു വരുവാൻ താല്പര്യമുള്ളവരെല്ലാം വന്നാൽ അധികമില്ല, ഒരു 2 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ച് രാവിലെ 10 തൊട്ട് ഒരു 12 വരെ 12:30 വരെ ഒക്കെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും തുടർന്ന് ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ കർത്താവിൻ്റെ വലിയേറിയ ദാസൻ ഇവിടെ ആരാധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, വിശ്വാസത്താൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ, പെടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്തനാപുരത്ത് വിശ്വാസത്താൽ ഒരു വയൽ മേടിച്ചിട്ട് അവിടെ കർത്താവ് തനിക്ക് കൊടുത്തതായ രീതിയിൽ ഒരു 12,000 പേർക്ക് ഇരിക്കുന്ന ഒരു ടെൻറ്റിൽ ആരാധന ആരംഭിച്ചു. ഒരുപാട് പേര് സൗഖ്യത്തോടെ വിടുതലോടുകൂടെ അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. 400 പേര് കൂടുന്ന ഒരു വലിയ കൂട്ടം ദൈവം തൻ്റെ വിശ്വാസത്താൽ താൻ ആരംഭിച്ചതായ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെനി എടപ്പറമ്പിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഏക മകള് 8 വയസ്സ് പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് പലവിധമായിരിക്കുന്ന ഓപ്പറേഷൻ, എത്ര ഓപ്പറേഷൻ ചെയ്തെന്ന് ആർക്കും അറിയത്തില്ല, ഡോക്ടർമാർക്കും അറിയത്തില്ല. അതുപോലെയുള്ളതായിരിക്കുന്ന ശോധനയുടെ മധ്യത്തിൽ കടന്നുപോയി. അവസാനം വരെയും ജീവൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ദൈവത്തിൻ്റെ സമയത്തെ പൈതലിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തു ചേർത്തു. താനെ ലോകപ്രകാരം ദുഃഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ധൈര്യത്തോടുകൂടെ താൻ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ഒരു അത്ഭുതകരമായിരിക്കുന്ന ഹല്ലേലൂയ മെഡിക്കൽ സയൻസിന് അത്ഭുതകരമായ നിലയിൽ തനിക്ക് ഒരു ആൺപൈതലിനെ കഴിഞ്ഞ 4 മാസം മുമ്പേ കർത്താവ് കൊടുത്തു. ശ്രദ്ധിക്കുന്നു, വിവരങ്ങളൊക്കെ എന്നെ വിളിച്ച് പറയുമായിരുന്നു. അത് തന്നെയുമല്ല, ചർച്ച ബോർഡിൻ്റെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിട്ട് അവിടെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. താനെ കർത്താവിന് വേണ്ടി അനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടെ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുന്നപ്പോൾ അതിനനുസരിച്ച് സാത്താനും തനിക്കെതിരായിട്ട് പ്രവർത്തിച്ചതാണ് ഇതിൻ്റെ എല്ലാ കാര്യം. എന്നാൽ താനിപ്പോൾ ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് നടത്തുന്നുണ്ട്. 147 പേര് അതിനകത്ത് ചേർന്നിട്ടുണ്ട്. തൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ താൻ നല്ലൊരു പത്രം നടത്തുന്നുണ്ട്, എറ്റേണൽ വോയിസ്. നമ്മുടെ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഫോണിൽ കൂടെ TV യിൽ കൂടെ എടുക്കാവുന്നതാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോട് സംസാരിക്കും. ഇന്ന് നാളെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളിവിടെ വന്ന് ഒരു സാധാരണ പ്രസംഗം കേൾക്കുവാനല്ല, ഒരു വലിയ വിടുതലോടുകൂടെ ഇവിടുന്ന് കടന്നുപോയി അത് മറ്റുള്ളവർക്ക് ഒരു അത്ഭുതം ഇവിടെ നടക്കുവാൻ തക്കമാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഓരോ മീറ്റിങ്ങുകളും അത്ഭുതത്തിൻ്റെ മീറ്റിങ്ങുകളാക്കി മാറ്റേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ഇപ്പോൾ നമ്മോട് സംസാരിക്കും. സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥന. നമ്മുടെ കണ്ണുകൾ വേഗം ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം കൂടെ ഇത്രയും നേരം നാം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവജനം ആത്മമണ്ഡലങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മറവിൽ ദൈവം നമ്മെ സൂക്ഷിപ്പാനായി അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ച ദൈവജനം അല്പസമയം ഇതുവരെ നാം ആരാധിക്കുകയായിരുന്നു. ആരാധന ഒരിക്കലും ബുദ്ധിമുട്ടല്ല, രോചനമല്ല. ഇന്ന് പകൽ ഭക്തന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് ആമേൻ അന്യഭാഷ പറയുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. ഇന്ന് പകൽ നീ അന്യഭാഷയെ ദൈവത്തോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ അന്യഭാഷ കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലങ്ങളിൽ ദൈവിക വിടുതൽ വ്യാപരിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ആമേൻ നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഈ സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ ഇന്ന് പകൽക്കാലം ഒരു പൂർണ്ണ വിടുതൽ വ്യാപരിക്കേണ്ടതിന് ഈ ആലയത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ വ്യാപരിക്കുന്ന ദൈവങ്ങളുടെ വ്യാപാരം ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നത് ആത്മമണ്ഡലങ്ങളിൽ ഞാൻ കാണുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. നാളുകളായി നീ കടന്നു പോകുന്ന മേഖലകളിൽ ആമേൻ വിടുതൽ തരുവാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് പകൽ ഉരുപ്പിടിച്ച ഭാഗമായി ഈ രാത്രിയുടെ വന്നിട്ടുണ്ട്. അന്യായ ഗ്രഹങ്ങളെ കെട്ടുന്നതായ അന്ധകാര മണ്ഡലങ്ങളെ വെട്ടിമാറ്റി ഒരു പ്രത്യേകമായ വിടുതലോടുകൂടി തന്നെ ജനത്തെ വിടുവിക്കേണ്ടതിന് അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവജനം ആത്മാവി കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ ആര് പ്രസംഗിക്കുന്നുള്ളതല്ല, ഇന്ന് പകൽക്കാലം എന്താ കേൾക്കുന്നത് നാം കേൾക്കേണ്ടത്. ആത്മമണ്ഡലങ്ങളിൽ ആരുടെ അശുദ്ധാത്മാക്കളുടെ കെട്ടുകളെ പൊട്ടി ദൈവസഭയ്ക്ക് നേരെ, ദൈവജനത്തിന് നേരെ, ആരാധനയ്ക്ക് നേരെ, ദൈവിക വചന ശുശ്രൂഷയ്ക്ക് നേരെ, ആത്മാക്കളുടെ വിടുതലിന് നേരെ, സ്നാനക്കടവിന് നേരെ, മാനസാന്തരത്തിന് നേരെ, പട്ടണത്തിന്റെ വിടുതലിന് നേരെ, രാജ്യത്തിന്റെ വിടുതലിന് നേരെ
ആമേ പോരാടി പോരാടി നിൽക്കുന്ന വട്ടമിടുന്ന യുദ്ധവ്യാപാരത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറേണ്ടതിന് അകത്ത് അഭിഷേകമുള്ള അകത്ത് ദൈവകൃപയുള്ള ദൈവത്തിന് മൗനമായിരിക്കരുത്. ഈ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നാം വന്നത് ഒരു കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല. ഇന്ന് രാത്രി നാം വന്നത് പ്രസംഗം കേൾക്കാനല്ല. ഇന്ന് രാത്രി വിടുതൽ അനുഭവിക്കാൻ കടന്നു വന്നവർ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറയോട്, നിന്റെ കുടുംബത്തോട്, ആമേൻ ആമേൻ, നിന്റെ ജോലിയോട്, നിന്റെ സഭയോട്, ആമേൻ നീ കൊണ്ടു പ്രസവിച്ച നിന്റെ തലമുറയോട്, ആമേൻ കൊച്ചുമക്കളോട് പോരാടി നിൽക്കുന്ന പൈശാചിക മേഖലകൾ, അന്ധകാരത്തിന്റെ കെട്ടുകൾ, ആമേൻ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മണൽ പോലെ, മഴ പോലെ, ആമനിലിയ പെയ്തിറങ്ങുന്ന ഒരു മഞ്ഞു പോലെ ഇന്ന് പക ഇതിനകത്തിരിക്കുന്ന ജനത്തിന്റെ മേലെ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പട്ടണത്തിന്റെ 1-ാം കാവിൽ 2-ാം കാവിലും മാറി ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്ന ദൈവം കാലിലെ ആമം പൊളിച്ചു മാറ്റി കയ്യിലെ ചങ്ങല അഴിഞ്ഞ് ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി ആമെ കടവറയ്ക്ക് അകത്തിറങ്ങി വന്ന ദൈവം യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആമെ ഭയത്തോട് ചോദിച്ച പ്രമാണിയോട് ആമെ കുടുംബമായി പോയി സ്നാനപ്പെടാൻ പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനയാൽ ഇന്ന് രാത്രി ഈ വചനത്തിനകത്ത് ആമെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ആമെ ദൈവവചനം കേൾക്കുന്ന ജനത്തിന്റെ മേൽ ഒരു ആഴിയുടെ നിറവ് വ്യാപരിക്കേണ്ടതിന്, ദൈവാത്മാവിന്റെ നിറവ് വ്യാപരിക്കേണ്ടതിന് മോശ കണ്ടതുപോലെ മുൾപ്പുറത്തെ കത്തുന്ന ദൈവത്തിന്റെ തീ വ്യാപരിക്കട്ടെ. വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്ക്. അടുത്തിരിക്കുന്ന ആരെ ശ്രദ്ധിക്കണ്ട, അടുത്തിരിക്കുന്ന ആരെ കൈയടിക്കുന്നില്ലെങ്കിൽ നീ അത് നോക്കിയിരിക്കണ്ട, അടുത്തിരിക്കുന്നവർ സ്വത്രം പറയുന്നില്ലെങ്കിൽ നീ അത് ശ്രദ്ധിക്കണ്ട. ഇന്ന് പകൽ പിശാച് കെട്ടിയ മേഖലകൾ പലതുണ്ട്. പക്ഷെ ഇന്ന് പകൽ ആരാധിക്കുന്ന നല്ല ഭക്തന്മാർക്ക് വേണ്ടി ഇന്ന് പകൽ ഊരി പിടിച്ച വാളുമായി അഭിഷേകത്തിന്റെ ശക്തിയുമായി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം ഇത് നിന്റെ കെട്ടഴിയുകയാ. നിന്റെ ഭവനത്തെ കെട്ടിയത്, നിന്റെ ഭർത്താവിനെ കെട്ടിയത്, നിന്റെ കുഞ്ഞുങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്, നിന്റെ ജോലിയെ കെട്ടിയിട്ടിരിക്കുന്നത്, നിന്റെ ആത്മീയ വിഷയത്തെ, നിന്റെ ഭൗതിക വിഷയത്തെ കെട്ടിയിട്ടിരിക്കുന്ന അന്ധകാര മണ്ഡലം ഇന്ന് രാത്രി കൂടിളകി മാറുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ടെ. അഭിഷേകത്തോടെ ഞാൻ വിളിച്ചു പറയുകയാ. ഇന്ന് രാത്രി ചില പറവകൾ പറന്നു പോകുന്നത് പോലെ, പുക പോകുന്നത് പോലെ ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്, ചിറകടിക്കുന്നത് ആത്മമണ്ഡലങ്ങളിൽ ഞാൻ കാണുകയാണ്. ന്യൂയോർക്ക് പട്ടണത്തെ പിടിച്ചു കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്മാരുടെ ഗണം ഈ ദൈവസഭയ്ക്കകത്ത് തലവടക്കിയിരിക്കുമ്പോ ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാം. നിന്നെ മറച്ച് അപ്പച്ചൻ ഒന്നും ചെയ്യുകയില്ല. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവർ വന്നതുപോലെയല്ല, മടങ്ങിപ്പോകുമ്പോ ഒരു പ്രത്യേക വിടുതലോടെ മടങ്ങിപ്പോകുമ്പോ ആലയത്തെ ഭവനത്തെയും തലമുറയിൽ ശൂന്യത വരുത്തുന്ന അന്ധകാര മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, ശൂന്യത വരുത്തുന്ന ആമേ ഭൗതിക വിഷയത്തെ ശൂന്യത വരുത്തുന്ന, ഭൗതിക വിഷയം മാത്രമല്ല ആരാധനയുടെ വിഷയത്തിൽ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ശൂന്യത വരുത്തുന്ന, ഉയർച്ച തരാതെ ആത്മീക വിഷയത്തിൽ ശൂന്യത വരുത്തുന്ന ഒരു പ്രത്യേക മേഖലയിൽ യുദ്ധം നടക്കുന്നത് ആത്മാവിനെ കാണുകയാണ്. യെസ് ലോർഡ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവങ്ങളുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധി ഞങ്ങൾ കടന്നു വരുന്നു. നിന്റെ കൃപയുടെ മറവിൽ ഞങ്ങൾ നിർത്തണമേ. ഈ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. മരുഭൂമിയിൽ അങ്ങയുടെ വചനം കേൾക്കാൻ വന്നവർക്ക് 5 അപ്പം കൊണ്ട് ആമേൻ കർത്താവേ 2 മീൻ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് നിറച്ച കൊട്ട പകുത്തെടുത്തതുപോലെ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നവരെ കൂടെ പകുത്തു കൊണ്ടുപോകുമെന്ന ദൈവകൃപയുടെ വ്യാപാരം കർത്താവ് ഇതിനകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല
മുൻവിധിയോടുകൂടെ ഇരിക്കുന്നവർക്കും ഭവനത്തിനകത്തിരിക്കുന്നവർക്കും ടിവിയുടെ റിമോട്ട് പിടിച്ചുകൊണ്ട് ആലിയ സന്തോഷിച്ചിരിക്കുന്ന ചില വ്യക്തികൾ കൂടെ ഈ വചനം പകർത്തു കൊണ്ടുപോകുവാൻ, ആമേൻ, ഈ വചനം കയറി ചെല്ലുന്ന വീട് മൊത്തം വിടുവിക്കപ്പെടുവാൻ, ഈ വചനം കയറി ചെല്ലുന്ന ഭവനം മൊത്തം അനുഗ്രഹിക്കപ്പെടുവാൻ, അതിനകത്ത് കെട്ടിയിട്ടിരിക്കുന്ന തലമുറയെ അടിച്ചെടുക്കേണ്ടതിന്, കുടുംബത്തെ അടിച്ചെടുക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് രാത്രി എന്നെ പറ്റി പറയുവാൻ ഞാൻ സമയത്തെ വേർതിരിക്കുന്നില്ല. എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ യേശുവിനെ പ്രസംഗിക്കാനാണ്. ലഭിച്ച സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്ന ഒരു വേദചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. കർത്താവ് എന്നെ ചിന്തിപ്പിച്ച ഈ യോഗത്തിന് വേണ്ടി, കൺവെൻഷന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ചിന്തിപ്പിച്ച വചനത്തിലേക്ക് ഞാൻ പ്രവേശിപ്പാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ജെയിംസ് അച്ചായൻ്റെ ഈ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ സഹധർമ്മണി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദാസി ആമേ കർത്താവിൽ പ്രിയം വെച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഒത്തിരി സമയങ്ങൾ ഫോണിലൂടെ ആമേ പ്രാർത്ഥിപ്പാനും സംസാരിപ്പാനും ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചില മുഖങ്ങളെ എനിക്ക് പരിചയമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളം സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്നെപ്പറ്റി ആമേ നല്ലൊരു വിവരണം കർത്താവിൻ്റെ ദാസൻ തന്നതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പ്രവേശിപ്പാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നില്ല. ഈ രാത്രി പരിമിതമാണ് നമ്മുടെ സമയം എന്നുള്ളതിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ വചനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പകരട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം. ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. എല്ലാ പ്രിയപ്പെട്ട ഒരു വചനം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ തിരുവചനത്തിൽ നിന്നും ഇന്ന് രാത്രി പറയാവുന്ന അത്രയും വചനങ്ങൾ പറഞ്ഞ് നമുക്ക് നാളെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആര് നിൽക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പകരം നമ്മുടെ രാജാതി രാജാവും അത്ഭുത മന്ത്രിയും വീരനായ ദൈവവും സമാധാന പ്രഭുവും നമ്മുടെ നടുവിലുണ്ട്. അവൻ പറഞ്ഞ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യവും അന്ത്യവുമാകുന്നു. യേശു നമ്മുടെ ആദ്യമാണെങ്കിൽ നമ്മുടെ അന്ത്യം പിശാചിന്റെ കയ്യിലല്ല. യേശു നമ്മുടെ ആദ്യമാണെങ്കിൽ, അവൻ അൽഫയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അന്ത്യം പിശാചിന്റെ കയ്യിലല്ല. നമ്മുടെ സഭയുടെ കാര്യം ആമേൻ ഇവിടുത്തെ ഏതോ പ്രമാണിയുടെ കയ്യിലല്ല. ആമേൻ, അവൻ അന്ത്യനും കൂടെയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിശ്വാസം ചെയ്യാതെ. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. അസാധാരണഗതിയിൽ കൺവെൻഷനിലൊന്നും ആരും ഈ വചനം പ്രസംഗിക്കാറില്ല. ഉപവാസ പ്രാർത്ഥനകളിലാണ് ഈ വചനം പ്രസംഗിക്കാറുള്ളത്. ഞാൻ വളരെയധികം ദൈവസന്നിധിയിൽ ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനവുമായി നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന 1-2 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം കാണുന്നത് യോശുവയുടെ ശുശ്രൂഷയുടെ ആരംഭഘട്ടമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ, മോശയും അഹരോനും അവരെ നയിച്ചു. അതിനുശേഷം മോശ മരിച്ചു. അമ്മ വാഗ്ദത്ത ദേശമായിരിക്കുന്ന അമ്മ കനാൻ ദേശം മോശയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രത്യേകം ഒരു മലയിൽ നിന്നുകൊണ്ട് ദൂരവീക്ഷണത്തോടുകൂടെ മോശ അതിനെ ദർശിച്ചു. അവസാനം അവിടെ അവൻ്റെ ബോഡി അടക്കി അതിനുശേഷം ഇസ്രായേലിനെ നയിക്കാൻ ഈ ഇസ്രായേലിനെ മരുഭൂമി യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അനുഭവിക്കുന്ന ജനത്തെ, ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആര് ഞങ്ങൾക്കൊരു നേതാവായി ഇരിക്കും എന്ന പാളയത്തിനകത്ത് സംസാരം വെളിപ്പെട്ടു. പലരെയും അവർ സജസ്റ്റ് ചെയ്തു. പല ഗോത്രപിതാക്കന്മാരെയും പ്രാർത്ഥിക്കുന്നവരെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ അവർ മനസ്സിൽ കൈക്കൊണ്ടു. പക്ഷേ മാനുഷികമായ ചിന്തകൾ പലരുടെയും പേരുകൾ അവിടെ എഴുതപ്പെട്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്നു പറഞ്ഞത്, ഞാൻ യോശുവയെ കണ്ടിരിക്കുന്നു. യോശുവ ഈ ജനത്തെ നയിക്കണം. യോശുവ ഈ ജനത്തിന് മാമൻ ഒരു പിൻഗാമിയായി തീരണം. മോശ ചെയ്തത് എന്തൊക്കെ ശുശ്രൂഷയുണ്ടോ അതെല്ലാം യോശുവ ചെയ്യണം. കാരണം യോശുവ ദൈവത്തിന് മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്.
പുസ്തകത്തിനകത്ത് കാണുന്നു, മോശ ദൈവസന്നിധി പ്രാർത്ഥിച്ച ഉപവസിച്ച നാളുകളിൽ യോശുവ തന്നൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ യോശുവയെ പറ്റി ഒരു പുസ്തകത്തിലും എഴുതി ചേർത്ത് കാര്യമായ ദീർഘമായ ചരിത്രം കൊടുത്തിട്ടില്ല. യോശുവയെ കൂടുതലും അറിയുന്നത് യോശുവയുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും മോശയ്ക്ക് കൈത്താങ്ങലായിരുന്ന യോശുവ ദൈവസന്നിധി രഹസ്യമായി ആരും അറിയാതെ, ഒരു നേതാവും അറിയാതെ, പാളയത്തിന് ഒരു മനുഷ്യനും അറിയാതെ യോശുവ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിപ്പോൾ അവനെ ദൈവം ഓർക്കേണ്ട സമയത്ത് ഓർത്തു. പലരും യോശുവയെ മറന്നു. പല നേതാക്കന്മാരും ഗോത്രപിതാക്കന്മാരും യോശുവയെ മറന്നു. യോശുവയുടെ പേരവിടെ ആരും പറഞ്ഞില്ല, യോശുവയുടെ പേരവിടെ ആരും നിറക്കിട്ടില്ല. പക്ഷേ പലരും ആമേൻ കഴിവുള്ളവരും ആസ്തിയുള്ളവരും ആമേൻ ഉണ്ടെന്ന് പറയുന്നവരും ജനത്തെ നയിക്കാൻ മുമ്പോട്ട് വരും ആ സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിനെയൊക്കെ ദൈവം അട്ടിമറിച്ചിട്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, എൻ്റെ ദാസനായ യോശുവയെ ഞാൻ ഈ ജനത്തെ നയിക്കുവാൻ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭ സമയം ഞാനൊരു ദൂത് പറഞ്ഞ് മടങ്ങി വരാം. ആമേൻ. ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടവരൊക്കെ നിന്നെ തള്ളിയാലും, ആമേൻ, ആരും നിന്നെ ഓർത്തില്ലെങ്കിലും ഓർക്കേണ്ടവരെല്ലാം നിന്നെ മറന്നാലും, ഇന്നു പകൽ നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, കരയുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. അപ്പൻ മറക്കും, അമ്മ മറക്കും, സഹോദരങ്ങൾ അമ്മയെ മറന്നു പോകും. കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നവർ നിന്നെ ഉപേക്ഷിക്കും. കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന, ഒരു പായിലിരുന്ന് ആരാധിക്കുന്നവർ, ഇന്നലകളിൽ കൂടെ കിടന്നുറങ്ങിയവരും കൂടെ ഇരുന്ന് കഴിച്ചവരും നിന്നെ മറന്നവരും, നിന്റെ കൂടെ ഇരുന്ന് ഉപവസിച്ചവരും, നീ പ്രാർത്ഥിച്ചവരും, നീ ചെലവിട്ടവരും, നീ മുതൽ മുടക്ക കൊടുത്ത് ഈ പട്ടണത്തിൽ വീണ്ടെടുത്തവരും നിന്നെ ഉപേക്ഷിച്ചത് വരും. പക്ഷെ നോക്ക്, യോശുവ ദൈവസന്നിധിയിൽ നിന്നു ഒരു മനുഷ്യനും അവനെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു മനുഷ്യനും അവനെ പ്രൊജക്റ്റ് ചെയ്യാതെ, അവൻ ലിഫ്റ്റ് ചെയ്യാതെ സകലരും യോശുവയെ മറന്നപ്പോൾ സ്വർഗം അവനെ മറന്നില്ല. തക്ക സമയത്ത് യോശുവയെ ദൈവം കണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറ ആരും കണ്ടില്ലായിരിക്കാം, നിന്റെ കുടുംബത്തെ ആരും കണ്ടില്ലായിരിക്കാം. ഇന്ന് പകൽ നീ കടന്നു പോകുന്ന മേഖലകൾ, നീ അനുഭവിക്കുന്ന കഷ്ടതകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരൊക്കെ അറിഞ്ഞില്ലെന്ന് വരാം. നിന്റെ ഭാരം ആരും കൈത്താങ്ങിയില്ലെന്ന് വരാം. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് മടങ്ങിപ്പോയി കാണും, പ്രാർത്ഥിച്ച് കാണത്തില്ലായിരിക്കും. നീ ഒറ്റയ്ക്ക് മരുഭൂമിയുടെ ഏകാന്തതയിൽ കണ്ണുനീരോടെ കരയുമ്പോൾ ആഗർ പറഞ്ഞത്, ഈ തലമുറയുടെ മരണം കാണാൻ എനിക്ക് വയ്യ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അബ്രഹാമിന്റെ സാന്നിധ്യമില്ലാത്ത, സാറയുടെ സാന്നിധ്യമില്ലാത്ത, ചുട്ടുപടുത്ത മരണാരണ്യത്തിനകത്ത് ഒരു മകന്റെ മരണം കാണാൻ കഴിയാതെ ഒരമ്മ നിലവിളിച്ച് കരയുമ്പോൾ ചുട്ടുകിടക്കുന്ന മണലിനകത്ത് തണുത്ത വെള്ളം ഒരുക്കി കൊടുത്ത് കൈക്കുമ്പിളിൽ വാരി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്ത് ബലത്തോടെ നിർത്തുവാൻ ബലം പകർന്ന, ജനം പകർന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി സേവിക്കുന്ന നീ അടങ്ങിയിരിക്കരുത്, വാപൂട്ടിയിരിക്കരുത്. ഈ പട്ടണത്തിൽ നിന്നെ ഓർത്തൊരു ദൈവമുണ്ട്, പട്ടണത്തിൽ നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. പലരും നീ പ്രതീക്ഷിച്ചു, പലരെയും നീ പ്രതീക്ഷിച്ചു, പലരും നീ ആഗ്രഹിച്ചു. പക്ഷെ അവരെല്ലാം വഴി മാറിപ്പോയപ്പോൾ അവൻ വഴി മാറാത്തൊരു ദൈവം അപ്പാ പിതാവേ എന്ന് വിളിച്ചപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് നിന്നെ ഓരോ ദിവസവും വഴി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ചിറകടിച്ചു നിൽക്കുമ്പോൾ അവൻ ആത്മാവി സ്തോത്രം ചെയ്യ്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ ദൈവം ചില ശുശ്രൂഷകൾ കൈമാറ്റം ചെയ്യേണ്ടതിന്, ചില പ്രിയപ്പെട്ടവരെ നിന്റെ കയ്യിൽ തരേണ്ടതിന്, ഉടഞ്ഞു പോയതിൽ നിന്നും തകർന്നു പോയതിൽ നിന്നും നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അടുത്ത തലത്തിലേക്ക് നിന്നെ കൊണ്ടുവരേണ്ടതിന് ഈ പട്ടണത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പാസ്റ്ററിന്റെ വാക്കല്ല നീ കേൾക്കേണ്ടത്. ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു, ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭ സമയം ദൂത് പറയുന്നു, അവൻ തകർച്ചയുടെ നടുവിൽ നീ ഉടഞ്ഞു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം കൈക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന കരമുയർത്തി സ്വതന്ത്രം പറഞ്ഞ് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശക്തമായ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ താല്പര്യമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. 13 വയസ്സ് പ്രായമുള്ളപ്പോൾ പ്രവചന ആത്മാവിൽ ദൈവം എന്നെ നിറച്ചു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സ്റ്റേറ്റുകളിൽ യേശുവിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പ്രവചനത്തെക്കാളും ഇഷ്ടം, രോഗസൗഖ്യം നടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം, എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവം എനിക്ക് തരുന്ന പുൾപിറ്റിൽ ഞാൻ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
കാരണം ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ വിടുതലുള്ളൂ. പ്രവചനം താൽക്കാലികമാണ്, അതൊരു സമയം വരെയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ നിന്നെ പിടിച്ചു നിർത്താനാണ് പ്രവചനം. എന്തിനാ പ്രവചനം? ഒറ്റ വാക്കി പറഞ്ഞ് ആ വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. ആമേൻ, ഒരു തൈ നട്ടു, ചൂടടിച്ചു. ആ ചൂട് ആ നിമിത്തം ആ തൈ റാ പോലെ വളർന്നു നിൽക്കുന്നു. പെട്ടെന്നൊരു ആന്റി ഒരു കമ്പ് വെട്ടിയെടുത്ത് ഒടിച്ചെടുത്ത് അതിന്റെ തലക്ക് കുത്തി നിവർത്തി നിൽക്കുന്നു. ഈ അത്രയുള്ളൂ പ്രവചനം എന്ന് പറഞ്ഞാൽ വിശ്വാസ പരിശോധനയിൽ ക്രിസ്തീയ ജീവിതത്തിൽ നീ തളർന്നു പോകുമ്പോ നിന്നെ പിടിച്ചു നിർത്തേണ്ടതിന്റെ പ്രവചനം ആ നിത്യത കൊണ്ടുപോകാൻ വേണ്ടിയല്ല, പക്ഷെ നിത്യത കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ വചനമാണ്, വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് രാത്രി ദൈവവചനം അകത്തുണ്ടെങ്കിൽ യേശു അതാ പറഞ്ഞത്, 2 വീട് പണിതു, അതിൽ ഒരു വീട് മഴ വന്നു, കാറ്റു വന്നു, അത് അങ്ങനെ തന്നെ ഒലിച്ചുപോയി. എന്നാൽ പാറമേൽ പണിത വീട് അങ്ങനെ തന്നെ നിന്നു. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, പാറമേൽ പണിയുന്ന വീടാണെങ്കിൽ രോഗം വരട്ടെ, ക്യാൻസർ വരട്ടെ, കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് പോകട്ടെ, കടഭാരം വരട്ടെ, നിന്റെ വീട് ബാങ്ക് കൊണ്ടുപോകട്ടെ, നിനക്ക് യാത്ര ചെയ്യാൻ കാറ് നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, ഭർത്താവ് നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, ഭാര്യ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, നോക്കൂ, തകർച്ചയുടെ നടുവിൽ വിശ്വാസത്തോടെ പ്രസംഗിക്കുക. ഇന്ന് രാത്രിയിൽ അകത്ത് വചനത്തിന്റെ വിത്തുള്ളത് കൊണ്ട്, പാറ എന്ന കല്ലിന്റെ നമ്മെ പണിതിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ദൈവവചനത്തേക്ക് മടങ്ങി വരിക. ദൈവസഭ തകർന്നുകൊണ്ടിരിക്കുകയാ. ദൈവസഭ അതിൻ്റെതായ നിലയിൽ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുകയാ. അപ്പോസ്തലന്മാർ കെട്ടിപ്പൊക്കിയ ദൈവവചനത്തിൽ പണിത ദൈവസഭയെ രോഗശാന്തിയുടെ പേര് പറഞ്ഞു, ആമേൻ, പ്രവചനത്തിന്റെ പേര് പറഞ്ഞു, പല മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും പേര് പറഞ്ഞ് ദൈവസഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ സഭയിൽ എത്ര പേരുണ്ട്? 1000 പേരുണ്ട്, ഭയങ്കര സന്തോഷമാണ്. എന്റെ സഭയിൽ എത്ര പേരുണ്ട്? 100 പേരുണ്ട്, ഭയങ്കര സന്തോഷമാണ്. ആമേൻ. ഇത് പറഞ്ഞ് പൊങ്ങച്ച മടിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയാം, ജേംസ് പാസ്റ്റർ, ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു ചിന്ത, എന്റെ സഭയിൽ 1000 പേരില്ലെങ്കിലും, എന്റെ സഭയിൽ 100 പേരില്ലെങ്കിലും, എന്റെ സഭയിൽ 10 പേര് ഉള്ളന്നിരിക്കട്ടെ, പക്ഷെ ധൈര്യത്തോടെ പറയാൻ കഴിയണം, ആ 10 പേര് കാഹളം കേൾക്കുമ്പോ പറക്കുന്നവരാണ്. ഹല്ലേലൂയ. കാഹളം കേൾക്കുമ്പോ പറക്കുന്ന 10 പേര് നിന്റെ സഭയ്ക്കകത്തുള്ളൂ. മതിയെന്ന് വെക്കുന്നേ. ഇന്ന് രാത്രി പെരുപ്പമല്ല, ആൾപ്പെരുപ്പമല്ല, അവൻ സ്വപ്രകാരിച്ചിട വലിപ്പമല്ല നോക്കേണ്ടത്. ഇന്ന് രാത്രി വചനത്തിൽ പണിയുന്ന സഭ, വചനത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ, ന്യൂയോർക്ക് പട്ടണത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. നിനക്കൊന്നിനും മുടക്ക് വരത്തില്ലെന്ന് ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാ. ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന അന്വേഷിച്ചു നോക്കുക, കണ്ടെത്താതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഏത് വിഷയവും പുസ്തകത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്തും. ഇന്ന് രാത്രി എനിക്ക് മൊത്തം പറയാൻ കഴിയില്ല, നാളെ രാത്രി ഇതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് വേഗം വരാനാ ഇത്രയും പരവേശപ്പെട്ട് സ്പീഡിൽ ഞാൻ വരുന്നത്. പക്ഷെ 1-2 കാര്യങ്ങൾ പറയാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ദൈവവചനത്തിനകത്ത് പണിയുന്ന സഭ, ഉപദേശത്തിൽ പണിയുന്ന സഭ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന സഭ, അവൻ ആ സഭ ഒരിക്കലും തകരത്തില്ല. ഞാൻ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചുറ്റളവിനെയല്ല, ഈ കട്ടറപ്പിനെയല്ല. ഞാൻ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ. ഈ സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മെ പണിയട്ടെ. വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് വേഗം മടങ്ങി വരാം, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങളുടെ വചനം ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം വചനത്തെ ഒന്ന് ഞാൻ ഡിവൈഡ് ചെയ്ത് മടങ്ങി വരാം. യോശുവയോട് ദൈവം പറയുന്ന പദമാണ്, പാളയത്തിൽ കൂടി കടന്ന് ആദ്യം എവിടെ ചെയ്യണം? പാളയത്തിനകത്ത് ചെല്ലണം. എന്നിട്ട് യോശുവയോട് ദൈവം പറയുകയാണ്, ആമേൻ, യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് എത്ര കണ്ടു വചനം? ആമേൻ. നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് ജോർദാന്റെ അക്കരെ കടക്കേണ്ടത് ആകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവിൻ. 3 ഭാഗമായി ആ പുസ്തകത്തെ നമുക്ക് തിരിക്കാം. ആ വാക്യത്തെ ഒന്ന്, ദേശം കൈവശമാക്കണം. ഒരു പ്രസംഗം മാത്രമല്ല,
ഇന്നും നാളെയും ഈ വാക്യത്തെ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ഈ വാക്യത്തിനകത്തെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. ഇതിനകത്ത് നമുക്ക് വേണ്ട ദൈവിക ദൂതുക്കളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. യോശുവയുടെ പുസ്തകത്തിൽ 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, ഒന്ന് ദേശം കൈവശം ആക്കണം. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പേനയുണ്ടെങ്കിൽ അടിയിലൊന്ന് വരയിട്ടോ, വീട്ടിൽ പോയി വായിക്കാൻ, നമുക്കെല്ലാം ചിന്തിക്കാൻ സമയമില്ല. 2, ജോർദാനെ കടക്കണം. 3, ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളണം. 3 കാര്യങ്ങൾ. 1, ദേശം കൈവശമാക്കണം. 2, ആമേൻ, ജോർദാനെ കടക്കണം. 3, ഭക്ഷണ സാധനം കരുതിക്കൊള്ളണം. 3 വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഏകദേശം 3 ദിവസമൊക്കെ നമുക്ക് വേണം. അത് പഠിക്കുവാനായിട്ട് അത്രയ്ക്ക് ആഴമായി ഈ ദൈവവചനത്തിന്റെ ആഴം അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ചിരിക്കുക. എന്നെ വചനത്തിലേക്ക് അമ്മ കയറുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ആരംഭത്തിൽ പറയുന്നത് ദേശം കൈവശമാക്കണം. ഒറ്റ ദൂത് പറഞ്ഞ് മടങ്ങി വരാം. ഈ ദേശം നിന്റെ കയ്യിൽ ദൈവം തരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ദേശം തരും. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ നിന്റെ വീട് തരും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറ. ആ പദം പറഞ്ഞ് ഞാൻ ആ വാക്ക് ആമേൻ വിരാമം കുറിക്കുകയാണ്. 3 കാര്യങ്ങൾ. 2ാമത് വായിക്കുന്നു, ജോർദാനെ കടക്കണം. 3ാമത്തെ വചനം, ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളണം. എന്താ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുക? നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന റൊട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, ചപ്പാത്തിയുടെ കാര്യമല്ല പറഞ്ഞത്, ചിക്കൻ ബിരിയാണിയുടെയും ചൈനീസ് ഫുഡിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ കൈക്കൊള്ളുക. നിനക്കൊരു യാത്രയുണ്ട്. ആമേൻ. ഇതാണ് ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ആ വചന ശകലങ്ങൾ. അപ്പൊ ഒരു യാത്രാമധ്യേ ഞാൻ നിങ്ങളും എവിടുന്ന് ജനനമായ ഭൂമിയിൽ നിന്നും നിത്യതയിലോട്ടുള്ള യാത്രയിലാണ്. ഈ യാത്രാമധ്യേ ക്ലേശങ്ങളും പടുകുഴികളും അനർത്ഥങ്ങളും പലതുമുണ്ട്. പാപമെന്ന് പറയുന്ന കുഴിക്കകത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. രോഗമെന്ന് പറയുന്ന ആഴങ്ങളിലേക്ക് കമന്നു വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഉപദേശത്തിന്റെ ആമേൻ മാറിപ്പോയ തെറ്റായ ചില കുറ്റികളിൽ തട്ടി വീണ് വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും അവസ്ഥയിൽ നിന്നും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ നടുക്ക് സ്വർഗത്തിലെ ദൈവം യോശുവോട് പറഞ്ഞ പദമാണ്, ഒരു യാത്ര നിന്റെ മുമ്പിലുണ്ട്, കൈവശമാക്കാൻ പോകുക. ഇന്നലകളിൽ കൈവശമാക്കി തരത്തിലെന്ന് പറഞ്ഞ പല മേഖലകളെയും ഞാൻ നിനക്ക് കൈവശമാക്കി തരാൻ പോകുക. പകച്ചു നിൽക്കുന്ന ജനത്തെ ഞാൻ അക്കരെ കടത്താൻ പോകുക. പക്ഷെ ഒരു കാര്യം, ദൈവവചനം കരുതിക്കൊള്ളണം. ഇന്ന് രാത്രിയിൽ ദൈവവചനവുമായി ഇതിനകത്ത് പ്രവേശിച്ച ദൈവത്തിന്റെ വൈതലെ, നിന്റെ മുമ്പിൽ ഒരു ജോർദാനും നിൽക്കുകയില്ല, ഒന്നും കലങ്ങി മറുകയില്ല. കാരണം നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം കാണണം. ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ബാഗിനകത്ത് ഇടാനുള്ളതല്ല. ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിനകത്ത് സൂക്ഷിക്കാനുള്ളതല്ല. ഇന്ന് ആധുനിക യുഗമാണ്. മൊബൈലും കൊണ്ടാണ് ഇന്ന് ആരാധനയ്ക്ക് ജനം കടന്നു പോകുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നെ വഴക്ക് പറയരുത്. ഞാൻ പൊതുവായ കോമണായ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇന്ന് പകൽ വേദപുസ്തകത്തെ എടുത്ത് ധൈര്യത്തോടെ നടക്കുവാൻ തയ്യാറുള്ള ഒരു ദൈവത്തിന്റെ പൈതലോട് ഞാൻ വിശ്വാസം പറയാം, ഒരിക്കലും നീ തകരുകയില്ല. ഞാൻ മിക്കവാറും സമയങ്ങളിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കട്ടിയുള്ള പുസ്തകമാണ്. ഒരിക്കലും യാത്രാ മധ്യ ഒരു സഹോദരനോട് ചോദിച്ചു, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ഒരു പ്രസംഗത്തിനുവേണ്ടി കടന്നു പോകുകയാണ്. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, ഇത്രയും വലിയ പുസ്തകം ഒന്നും പബ്ലിക് എടുത്ത് വായിക്കാതിരിക്കാൻ ഒന്നേ നിന്റെ ടാബിനകത്ത് അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ന്യൂ ടെസ്റ്റ്മെന്റ് കിട്ടും, പോക്കറ്റിൽ കിടന്നോളും, അതെടുത്ത് വായിച്ചോളാം. ഞാൻ ആ സഹോദരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, ആമേൻ, എന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് ടാബല്ല, എന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന മൊബൈലല്ല. ഇവിടെ വരെ വന്നപ്പോൾ എനിക്ക് അതൊക്കെ കിട്ടി, കാര്യം ശരിയാ. പക്ഷെ എന്റെ വിശ്വാസവും എന്റെ കർത്താവിനെയും ഞാൻ അതിനകത്ത് ഒതുക്കി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കട്ടിക്കുറവാണെന്ന എന്റെ ധാരണ. ഇച്ചിരുടെ കനമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ന് രാത്രി ചേർന്ന് വിശ്വസിക്ക്. ദൈവവചനത്തെ അകത്താക്കുന്ന ദൈവത്തിന്റെ വൈതലെ, വിശുദ്ധ പ്രമാണത്തെ കയ്യിലെന്തുവാൻ ധൈര്യപൂർവ്വം നാം വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ വൈതലെ, ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയാ, നിന്റെ മുമ്പിൽ ഒരു ജോർദാൻ നിൽക്കുകയില്ല. ജോർദാൻ കാണുമ്പോൾ ഉപവസിക്കും, ജോർദാൻ കാണുമ്പോൾ പ്രാർത്ഥിക്കും, ജോർദാൻ കാണുമ്പോൾ പ്രവാചകന്മാരെ തേടിപ്പോകും, ജോർദാൻ കാണുമ്പോൾ സഭയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്ക് നേരത്തെ കടന്നു വരും. എല്ലാം മാറിക്കഴിയുമ്പോൾ നീ പുറകോട്ട് മാറും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷനിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം ഒരു ഉപവാസ പ്രാർത്ഥന അല്ലെന്ന്. എങ്കിലും ആത്മാവിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, നിന്റെ വിശ്വാസ ഈ യാത്രയിൽ ദൈവവചനം നിന്റെ അകത്തുണ്ടെങ്കിൽ അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവനിൽ പാപം ഇല്ല, അവനിൽ വസിക്കുന്നവനിൽ അവന്റെ വിത്ത് വസിക്കുന്നു. ഇന്ന് പകൽ യേശുവിന്റെ വിത്ത്
വിശ്വസിക്കുന്നെങ്കിൽ നീ പ്രതികൂലങ്ങളെ ജയിക്കോ. ഒരാമൻ പറഞ്ഞാട്ടെ. നല്ല കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി ആ ഭാഗത്തേക്ക് ഞാൻ വേഗം മടങ്ങി വരാം. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയമുള്ളവരെ. 3 ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മാവ് ആ വചനത്തെ നിങ്ങൾക്ക് തിരിച്ചു തരിക്കുന്നത്. 1-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അതിനകത്ത് ദേശം കൈവശമാക്കണം. എനിക്ക് ഇന്ന് രാത്രിയിൽ അത് സംസാരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. 2-ാമത് പറയുന്നു ജോർദാനെ കടക്കണം. 3-ാമത് പറയുന്നു ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളണം. ആ സബ്ജക്റ്റ് ഞാൻ വിടുകയാണ്. 2-ാമത് പറഞ്ഞ ആ വിഷയത്തിൽ ഇന്നും നാളെയുമായി നമ്മൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ജോർദാനെ കൈവശം ആക്കണം. ആമേൻ. ഇന്ന് രാത്രി ഒരുമിച്ച് സ്വത്രം പറഞ്ഞാട്ടെ. എന്താണ് ജോർദാൻ? ആമേൻ. എങ്ങനെയാണ് ജോർദാൻ മാറുന്നത്? ജോർദാന്റെ അവസ്ഥ എന്താണ്? ജോർദാന്റെ പ്രതികൂല അനുകൂല കാര്യം എന്താണ്? അതുമായി പറഞ്ഞ് യേശുക്രിസ്തുവിലേക്ക് പ്രവേശിച്ച് യേശുക്രിസ്തുവാകുന്ന നിത്യരക്ഷയെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ മടങ്ങി വരാം. അതിന്റെ പശ്ചാത്തലങ്ങൾ 1-2 കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ മുമ്പിൽ ആവശ്യമാണ്. മോശ മരിച്ചു. മോശയ്ക്ക് ശേഷം ദൈവം ഒരു യോശുവയെ തെരഞ്ഞെടുത്തു. 1-4 ആമേൻ. അവിടെ വ്യക്തമായി കാണുന്നു യോശുവ ദൈവത്തോട് പറഞ്ഞത്. ആമേൻ. 1 ചില വാക്യങ്ങൾ മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ദൈവം തന്റെ ദാസനായിരിക്കുന്ന യോശുവയെ ഇസ്രായേലിനെ നയിക്കുവാൻ മുൻപന്തി കൊണ്ടുവന്നപ്പോൾ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു എന്ന് യോശുവയുടെ ദൈവ ആലോചന പറഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവ ദൈവത്തോട് പറഞ്ഞ പദം എങ്ങനെയാ? നടക്കത്തില്ല. കാരണം ഈ ജനത്തെ നയിക്കാൻ എനിക്ക് പറ്റില്ല. കാരണമുണ്ട്. അവന് പല റീസൺ ഉണ്ട് പറയാൻ. കാരണം ഇവൻ മോശയുടെ കൂടെ നടന്നവനാ. മോശ കരഞ്ഞത് ഇവൻ കണ്ടതാ. മോശ ചിരിച്ചത് ഇവൻ കണ്ടതാ. മോശയുടെ ശുശ്രൂഷ ഇവൻ കണ്ടതാ. മോശ അത്ഭുതം ചെയ്തത് കണ്ടതാ. അത് മാത്രമല്ല, മോശയ്ക്ക് നേരെ കമ്പും മണ്ണും എടുത്ത് പല്ലും കടിച്ചുകൊണ്ട് ഇസ്രായേലിനെ പിറുപിറുപ്പോട് കൂടെ നിന്നതാ. മത്സര ബുദ്ധിയുള്ള ജനമാണെന്ന് യോശുവയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് യോശുവ പറഞ്ഞു, ഈ ജനത്തെ നയിപ്പാൻ എന്നെ അനുവദിക്കരുത്, എന്നെ വെറുതെ വിട്ടേര്. കാരണം ഞാൻ ഇവിടൊക്കെ കൊട്ടിപ്പാടി ഒരു വിശ്വാസിയായിട്ടൊക്കെ ഇതിനകത്ത് ഇരുന്നോളാം. അതുകൊണ്ട് കർത്താവേ, ഇതിനെ നയിക്കാൻ എന്നെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞ് മറ്റാരെയെങ്കിലും നീ ഏറ്റെടുക്കുക, മറ്റാരെയെങ്കിലും നീ കരുത് എന്ന് പറഞ്ഞ് യോശുവ ആ ഭാഗത്തുനിന്ന് മാറാൻ പോകുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുക ഇല്ല. ഒരാമൻ പറഞ്ഞാട്ടെ. യോശുവയുടെ പേടി ഇതാണ്. മോശയോട് പുറവൃത്തവർ, മോശയോട് പല്ല് കടിച്ചവർ, മോശയോട് വടക്കുണ്ടാക്കിയവർ ഇവന്റെ നേരെ നിൽക്കും. അതുകൊണ്ട് യോശുവ പറഞ്ഞു, കർത്താവേ നടക്കത്തില്ല, എന്റെ ഈ ജീവിതകാലത്ത് ഇവരെ നയിക്കാൻ കഴിയില്ല. പക്ഷെ സ്വർഗ്ഗവരോട് പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുക ഇല്ല. അടുത്ത പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷിക്തനെ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഇതിനകത്ത് തലവണ്ണ ദൈവത്തിന്റെ പൈതലേ, ആത്മാവിൽ എത്രവർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. നിന്റെ ജീവിതകാലത്ത് ഈ പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ, ഈ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ ആക്കിയെങ്കിൽ, ഈ സഭയ്ക്കകത്ത് നിന്നെ എത്തിച്ചെങ്കിൽ, ഈ മരുഭൂമിയിൽ നിന്നെ കൊണ്ടുവന്നെങ്കിൽ, കൈപ്പേറിയ അവസ്ഥകൾ, വിരല് ചൂണ്ടുന്ന സാഹചര്യങ്ങൾ, കല്ലേറുകൾ, നിന്നയും പരിഹാസവും ഒക്കെ വരും. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ ധനം വിലയേറിയതെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി കഷ്ടതയോ പട്ടിണിയോ വാളോ നഗ്നതയോ എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഉറപ്പും ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാൻ ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കരമുയർത്തി ആത്മാവിൽ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. എന്റെ മുമ്പിൽ ഇരിക്കുന്നത് മരിച്ചവരല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ജീവനുള്ളവരാണ്. ഇന്ന് രാത്രി നീ ജീവനോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രി നീ കൊണ്ടുവന്ന വിഷയങ്ങൾ ഇവിടെ അഴിയപ്പെടാൻ പോകുകയാണ്. ഇവിടെ ബന്ധനം ആരാധിക്കാൻ അഴിയപ്പെടാൻ പോകുകയാണ്. ഇത്ര നാൾ നീ ചുമന്നില്ലേ? കർത്താവ് പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയവീരനായ കർത്താവ് വന്നിരിക്കുമ്പോ എന്തിനാ നീ ഭാരം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാത്രി വിട്ടുകൊടുത്തു ദൈവത്തെ സ്തുതിക്ക്. കർത്താവിന്റെ ജയം പ്രാപിക്കുന്ന ദൈവജനത്തെ ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കുന്ന രാത്രിയെന്ന് ഞാൻ ആത്മാവിനെ വിളിച്ചു പറയുകയാണ്. ദൈവം മോശയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മോശേ നീ പേടിക്കണ്ട, ഈ ജനത്തെ ഞാൻ നിന്റെ കൈ തരികയാ. എന്നിട്ട് അടുത്ത പദം ഒരു അടിവരയിട്ട് എഗ്രിമെന്റോട് പറയുകയാ, ഞാൻ യോശുവയുടെ കൂടെ ഇരുന്നത് പോലെ നിന്നോട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. എങ്ങനെയാണ് മോശയോട് കൂടെ ദൈവം ഇരുന്നത്? ആ ഒരു ഭാഗം ചിന്തിച്ച് നമുക്ക് വീണ്ടും ആ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. ഒരിക്കൽ ജനം പാളയത്തിനകത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ മോശേ, മിസ്രൈമിൽ ഞങ്ങൾക്ക് ഇറച്ചിക്കലം ഉണ്ടായിരുന്നു,
അവിടെ ഇറച്ചി ഉണ്ടായിരുന്നു, തിന്ന കാര്യം പറഞ്ഞില്ല, ഉണ്ടായിരുന്നേ പറഞ്ഞുള്ളൂ. പ്രൈസ് അല്ലോ. അമ്മേ, തിന്നിട്ട് വേണ്ടേ തിന്നെന്ന് പറയാൻ. മിസ്രൈമിലെ ആൾക്കാരെല്ലാം ബൈബിളിനകത്തില്ല, തെറ്റിദ്ധരിക്കരുത്, ദുരുപദേശമാണെന്ന് ആരും പറയുകയും ചെയ്യരുത്. ബൈബിളിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയ, മിസ്രൈമിലെ ആൾക്കാരെല്ലാം കൂടെ കോഴിയും മട്ടനും എല്ലാം തിന്നിട്ട് ആ പ്ലേറ്റ് എല്ലാം കൂടെ കൊണ്ട് കൂന കൂട്ടിയപ്പോൾ ഇവന്മാർ കഴുകി വെച്ച് കാണും, അതായിരിക്കും കണ്ടത്. അല്ലാതെ ഇവന്മാരും തിന്നിട്ടില്ല. പക്ഷെ മോശയോട് പറയുക, മിസ്രൈമിൽ ഞങ്ങൾക്ക് ഇറച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവിടെ തിന്നാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തിയേ? മോശ പർവ്വതം മൊത്തം പാളയം മൊത്തം അരിച്ചു പറക്കി നോക്കി. ഇവരുടെ പിറുപിറുപ്പ് കാരണം വിശ്വാസി ഇങ്ങനെയാ, ഈ ജനം ഇങ്ങനെയാ. കിട്ടുന്നിടത്തോളം സ്നേഹം കൊണ്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്മാറും, കിട്ടിക്കായിരിക്കുമ്പോൾ പിറുപിറുത്തോണ്ട് വരും. ഇസ്രായേലിന്റെ കുഴപ്പം നമ്മുടെ കുഴപ്പമല്ല, ആദ്യം മുതലേ ഉള്ള കുഴപ്പമാണ് ഇത്. ഹല്ലേലൂയ. ഇനി ഇടയ്ക്ക് വെച്ച് നമ്മൾ എത്ര സാധിച്ചാലും ചുമ്മാ നമ്മുടെ പല്ല് തെറിക്കുകയല്ലാതെ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുകയില്ല. പക്ഷെ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, പിറുപിറുക്കുന്ന ജനം മോശയോട് പിറുപിറുത്തപ്പോൾ മോശ ദൈവസന്നിധി മുഴങ്കാലം അടക്കി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ജനം ഇറച്ചിക്ക് വേണ്ടി കരയുന്നു, ഇറച്ചി പാളയത്തിനകത്തില്ല, പ്രശ്നം ഭയങ്കര കലുഷിതമായി കൊണ്ടിരിക്കുകയാ, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് ദൈവം ഈ കാര്യത്തിൽ ഇടപെടണം, അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ കൂടി ഈ മണ്ണിനകത്ത് മാന്തി, പണ്ട് ഞാൻ ഇസ്രായേലിനെ കുടിച്ചിട്ടതുപോലെ ഇവന്മാരെല്ലാം കൂടെ കൂടി എന്നെ കുടിച്ചിടും. പണ്ട് ഞാൻ തിരിച്ചു കുത്തുമായിരുന്നു, പക്ഷെ എനിക്ക് തിരിച്ചു കുത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ പർവ്വതത്തിൽ വെച്ച്, സീനായി പർവ്വതത്തിൽ വെച്ച്, മുൾപ്പടർപ്പിൽ വെച്ച് ഞാനതൊക്കെ വലിച്ചെറിഞ്ഞതാ. ഇനി എനിക്ക് പലതെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ ഒരു അത്ഭുതം ചെയ്യണോ? മോശ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ആമെ പിറുപിറുക്കുന്നതും മുൻകോപമുള്ളതും ആമെ ശാഠ്യമുള്ളതും തിരിച്ചു പറയുന്നതും തിരിച്ചു കുത്തുന്നതും ആമെ ഇടിച്ചു കൊല്ലുന്നതും ഒക്കെ ഞാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് ഇവന്മാരോട് മറുപടി പറയാൻ കഴിയത്തില്ല, നീ തന്നെ ഏറ്റെടുക്കണം. പക്ഷെ എനിക്കൊന്നറിയാം, ഞാൻ മുഴങ്കാലെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് പകൽ കരയുന്ന ദൈവത്തിന്റെ പൈതലേ, ശൂന്യത കാണുമ്പോൾ നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വിട്ടുകളയേണ്ടതിന് വിട്ടുകളഞ്ഞ് ആ തീയുടെ മുമ്പിൽ, ആ പർവ്വതത്തിൽ ഉൾപ്പടർപ്പിന്റെ മുമ്പിൽ മോശ വലിച്ചെറിഞ്ഞതുപോലെ നമ്മുടെ അകത്ത്, നമ്മുടെ ദൈവപ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന, നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക്, ജോലിക്ക് തടസ്സം നിൽക്കുന്ന രഹസ്യ പാപങ്ങളെ, പാപക്കറകളെ വലിച്ചെറിഞ്ഞ് തമ്പുരാന്റെ കയ്യിൽ മുമ്പിൽ കൈ മലർത്തി പ്രാർത്ഥനയോടുകൂടെ നീ നിന്നാൽ, ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാ, നിന്റെ പാളയത്തിൽ ഇറച്ചിയില്ലെങ്കിൽ തമ്പുരാൻ പാളയത്തെ ഇറച്ചി കൊണ്ട് നിറയ്ക്കുവാൻ എന്റെ ദൈവം മതിയായവനാണെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുക. ഹല്ലേലൂയ. എന്നാ പദം ശ്രദ്ധിക്കും പ്രിയമുള്ളവരെ. മോശ ദൈവത്തോട് പറഞ്ഞ പദം ഇങ്ങനെയാ, ദൈവമേ, ഇറച്ചി കൊടുക്കാനില്ല. സ്വർഗം തന്റെ ഭക്തന്റെ മുഖത്തെ ആദരിച്ചു. ജനത്തിന്റെ പിറുപിറുപ്പ് കണ്ടിട്ടും ഭൂരിപക്ഷം കണ്ടിട്ടുമല്ല ദൈവം പ്രവർത്തിച്ചത്. ദൈവം ഭൂരിപക്ഷങ്ങളുടെയും പ്രവർത്തിക്കുന്ന ദൈവം അല്ലേ അല്ല. ചിലർ പറയാറുണ്ട്, ഞാൻ 40 ദിവസം ഉപവസിച്ചു, ദൈവം എന്റെ കൊച്ചിന്റെ കല്യാണം നടത്തി. എടാ കുഞ്ഞെ, നീ 40 ദിവസം ഉപവസിച്ചത് കൊണ്ടല്ല കൊച്ചിന്റെ കല്യാണം നടന്നേ. ഞാൻ 27 ദിവസം ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ആമെ കാറെ കിടന്ന് കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചു. ഇടിച്ച് ചാകാഞ്ഞ കാര്യമായി. എടാ കുഞ്ഞെ, നീ കരഞ്ഞത് കൊണ്ടല്ല നിന്റെ കാര്യം നടന്നേ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടായേ. അയ്യോ ഉപദേശം ഇതെന്താ പറയുന്നേ? അത് തന്നെയാ പറയുന്നേ. പിന്നെ എങ്ങനെ എന്റെ കാര്യം നടന്നേ? ഈ നാട്ടിൽ എന്റെ അപ്പനില്ലായിരുന്നു, അമ്മയില്ലായിരുന്നു, സഹോദരങ്ങളില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റ കുളമ്പേ ഉള്ളൂ. പക്ഷെ ഈ അന്യഭാഷക്കാരുടെ നടുവിൽ എന്റെ കാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചതാ. ഞാൻ ഇങ്ങനെ പറയണം, പൊട്ടി. ആ പദവി വെച്ച് തെറ്റിദ്ധരിക്കരുത്, മലയാളത്തിൽ പറഞ്ഞതാ. എന്റെ കുഞ്ഞെ, അതുകൊണ്ടല്ല. പിന്നെ ഇത് കിട്ടിയത് എങ്ങനെ അറിയാമോ? ദൈവത്തിനും നിന്നോടുള്ള ദൈവത്തിന്റെ നീതിയായിരുന്നു. നിന്റെ ഉപവാസം ദൈവത്തോട് അടുത്തന്നേ ഉള്ളൂ, നിന്റെ കണ്ണുനീർ ദൈവത്തോട് അടുത്തന്നേ ഉള്ളൂ. പക്ഷെ നിനക്ക് ദൈവം തന്നതൊക്കെ നിന്റെ പട്ടിണി കണ്ടിട്ട് തന്നതല്ല, നിന്റെ കണ്ണുനീര് കണ്ടിട്ട് തന്നതല്ല. ഇന്ന് രാത്രി ഇങ്ങനെ ചിന്തിക്ക്, നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും തീർത്ത, നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു വെച്ച യേശുവിന്റെ ആത്മാവിനാ നിനക്ക് കിട്ടിയ രക്ഷ ദൈവത്തിന്റെ ഗ്രേസ് ആയിരുന്നു, ദൈവത്തിന്റെ പീസ് ആയിരുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്വന്തമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും പേരുടെ ആമെ മസിൽ പിടിച്ചപ്പോൾ മോശ പിടിച്ചു പോയി. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ കറച്ചു തന്നു. ഇല്ല കുഞ്ഞെ. മുട്ടയിൽ നിന്ന മോശ ദൈവസന്നിധി കറഞ്ഞപ്പോ സ്വർഗം ചലിച്ചു. അവിടെ ഭൂരിപക്ഷം ഇസ്രായേലും ന്യൂനപക്ഷം മോശയുമാണ്. പ്രാർത്ഥിക്കുന്ന ഒറ്റയോടെ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാത്ത എത്ര ഉണ്ടെങ്കിലും ഭാരപ്പെടണ്ട. നിന്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നിന്റെ വിഷയത്തിന് പരിഹാരം തരാം. ഹല്ലേലൂയ. നിന്റെ വിടുഭവനത്തെ വിടുവിപ്പാൻ, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നിന്റെ പ്രാർത്ഥന
ചോദ്യം ചെയ്യുന്ന, നിന്റെ ആരാധന ചോദ്യം ചെയ്യുന്ന 10 പേരുടെ ഇടയില നീ താമസിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. നോക്കൂ, ഇസ്രായേൽ മോശക്കെതിരെ മണ്ണെടുത്തുകൊണ്ട് എറിയാൻ നിൽക്കുകയാ. അല്ലല്ലേ, ബൈബിളിൽ കൊടുത്തിട്ടില്ല, ഞാൻ എന്റെ ഭാവനെ പറയുകയാ. കാമെ പല്ല് കടിച്ചു പിടിച്ചു നിൽക്കുകയാ. ഇറച്ചി തന്നേ പറ്റൂ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇറച്ചി കിട്ടിയേ പറ്റൂ. പാവം മോശ ആ മരുഭൂമിയിൽ എവിടെ പോയി ഇറച്ചി ഉണ്ടാക്കാനാ? പക്ഷെ ഒരു ദൂത് പറയാ, കരയുന്ന മോശയുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന മോശയുടെ മുഖത്തെ ആദരിക്കുന്ന ദൈവം സ്വർഗം തുറന്ന് പാളയത്തിൽ നോക്കി സത്യമാണ് പറയുന്നേ, ഈ ജനത്തിന് കൊടുക്കാൻ ഇറച്ചിയില്ല. പക്ഷെ ദൈവം എന്താ ചെയ്തത്? മോശ കണ്ടിട്ടില്ലാത്ത, അഹരോൻ കണ്ടിട്ടില്ലാത്ത, ദാൻ ഗോത്രം കണ്ടിട്ടില്ലാത്ത, മനശ്ശെ ഗോത്രം കണ്ടിട്ടില്ലാത്ത, രൂബേൻ ഗോത്രം കണ്ടിട്ടില്ലാത്ത, ആ മരുഭൂമിയിലെ ഒറ്റ കുഞ്ഞുങ്ങളും കണ്ടിട്ടില്ലാത്ത, ആ നദിക്കകത്ത് കടലിനകത്ത് ചില ലിവ്യതാനെ ദൈവം പൊക്കിയെടുത്തു. ഇന്ന് രാത്രി ഞാൻ വിശ്വാസം പറയാ, നിന്റെ ബാങ്ക് ബാലൻസിൽ ഒന്നും കാണത്തില്ല, നിന്റെ കുടുംബത്തിൽ ഒന്നും കാണത്തില്ല. നീ ചുറ്റോട് ചുറ്റു നോക്കുമ്പോൾ പരാജയം മാത്രമായിരിക്കും. നിന്റെ ജോലി സ്ഥലത്ത് നീ തകർച്ചയായിരിക്കും കാണുന്നേ. നിനക്ക് ഇറച്ചി കിട്ടാതെ നീ ഭാരപ്പെടുന്നുണ്ടാകും. നാളെ എങ്ങനെ കഴിയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടാകും. പേരിന് അമേരിക്കയിലെ വസിക്കുന്നേ, ബോംബെ അടച്ച് ഒരു വർഷമായി തീർന്നിരിക്കുകയാ. പക്ഷെ ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുന്നു, നിന്റെ വീടിനകത്ത് പലതും കാലിയാകുമ്പോൾ സ്വർഗം നീ അറിയാത്ത ചിലതിന്റെ തലേ കൊല്ലപ്പെട്ട് ശക്തിയുടെ കരമടിച്ച് സ്വന്തം ചെയ്താട്ടെ. ആത്മാവേ, ആരാധിക്കുന്ന ജനത്തെ ദൈവാത്മാവ് കാണുന്നു. ഇന്ന് രാത്രി പ്രസംഗമല്ല നമുക്ക് ആവശ്യം, വചനത്തിന്റെ വെളിപ്പാട്. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിയുക, കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുക, ഇന്ന് രാത്രി ചിലരുടെ തലേ ദൈവം തകർക്കാൻ പോകുക. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇറച്ചി കൊടുക്കാം, നിനക്ക് ഇറച്ചി തരാ, നിന്റെ കുടുംബത്തെ നിറയ്ക്കാം. അമ്മ മോശയോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാത്രി നിന്നോട് കൂടെ ഇരിക്കുക. ആത്മാവിൽ ആരാധിച്ചാട്ടെ, ആത്മാവിൽ ആരാധിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ. അവൻ ആർക്കും കടക്കാരനല്ല, അത് പാട്ടുകാരൻ പാടിയതല്ല, അനുഭവത്തിൽ എന്ന് പറയണം. ഇന്ന് രാത്രി മോശയോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാത്രി എന്നോട് നിന്നോട് കൂടെ ഇരിക്കാൻ അവൻ ഇറങ്ങി വന്നിരിക്കുകയാ. യോശുവോട് പറഞ്ഞ പദം എങ്ങനെയാ? കുഞ്ഞെ, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഒരുമിച്ചത് പറഞ്ഞേ. ഈ ശബ്ദം ഒന്ന് പോരാ, ശക്തിയോടെ പറഞ്ഞാട്ടെ. നമ്മോട് കൂടെ, അടുത്ത കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നമ്മോട് കൂടെ ഇരിക്കും. മുഖത്ത് നോക്കി പറ, കാലം നോക്കി പറയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ഒറ്റ ദൂത്, ഈ ആലയം വിട്ട് പുറത്തു പോകുമ്പോൾ, ഈ ഓഡിറ്റോറിയം വിട്ട് പുറത്തു പോകുമ്പോൾ ആത്മാവ് പറയുന്ന ദൂത് എഴുതിയിട്ടണം. പേപ്പറിലല്ല, ഹൃദയത്തിന്റെ പലകയിൽ. ആ പലകയിൽ എഴുതേണ്ട ദൂത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒന്നാമത്തെ ദൂത്, മോശയോട് കൂടിയിരുന്ന ദൈവം, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കൂടിയിരുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട്. ദൈവാത്മാ ശക്തമായി ദൂത് പറയുകയാണ്, നീ പ്രാപിച്ചു. ആമേൻ. ചിലതിനെ മുങ്ങി തപ്പിയെടുക്കേണ്ടതിന്, ചിലതിനെ പ്രാപിച്ചെടുക്കേണ്ടതിന് കഴിഞ്ഞ നാളുകളിൽ നിന്റെ അപ്പന്റെ കൂടെ ഇരുന്ന ദൈവം, ആമേൻ, നിന്റെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം, ആമേൻ, ഈ മരുഭൂമിക്ക് തീർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ, ഈ ദേശത്ത് ദൈവം എത്തിച്ചെങ്കിൽ, ഏതോ സായിപ്പ് തന്ന പേപ്പർ അല്ല പ്രിയമുള്ളവരെ, ഏതോ നേഴ്സിംഗിന്റെ പേപ്പർ അല്ല, നീ വാങ്ങിച്ച ഡിഗ്രി അല്ല, PhD അല്ല, ഡോക്ടറേറ്റ് അല്ല, ഏതോ കമ്പനി നിനക്ക് തീരാധാരം എഴുതി തന്ന എഗ്രിമെന്റ് അല്ല ഈ പട്ടണത്തിൽ നീ വന്നത്. പിന്നെയോ നിന്റെ പിതാക്കന്മാരുടെ കൂടെ ദൈവത്തിന്റെ നീതിയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആത്മാവി സ്തോത്രം ചെയ്യട്ടെ. നീ അടങ്ങിയിരിക്കരുത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആരെയും എന്നെ കേൾക്കുന്നെങ്കിൽ, ആമേ, എല്ലയോ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് പോകാതെ നീ ഇവിടെ ഇരുന്ന് കൊണ്ട് പറയാ, ആമേ, പിതാക്കന്മാരുടെ ദൈവം എന്റെ ദൈവം. ആമേ, രോഗങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ക്യാൻസർ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറ, ആമേ, ഞാൻ മരിക്കുകയില്ല, പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം എന്റെ ദൈവം. പാളയം ശൂന്യമായി, കാര്യം ശരിയാ, പാളയത്തിൽ ഇറച്ചിയില്ല, കാര്യം ശരിയാ, പക്ഷേ ഞാൻ അറിയാത്തൊരു വാതിൽ കടലിനടിക്കുന്നതിനെ പൊക്കിയെടുത്ത് അതിന്റെ തലയെ തകർത്തിട്ട്, അതിന്റെ തലയെ തകർത്തെനിക്ക് എത്തിപ്പിടിക്കത്തക്ക രീതിയിൽ ഇന്ന് രാത്രി ആത്മാവ് ആരോടോ ദൂത് പറയുന്നു, ഞാൻ തല കൈവയ്ക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എത്തിപ്പിടിക്കത്തക്ക രീതിയിൽ
ഇന്നലെ നീ കറങ്ങി നടന്നു, ഇന്നലെ നീ ഒത്തിരി നടന്നു, ഒത്തിരി വാതിൽ കൊട്ടിയടച്ചു. ആമേ അനേക ഫോൺ കോളുകൾ ആമേ റിജക്റ്റ് ആയി പോയി. ഓ, അനേക പേപ്പറുകൾ നിനക്ക് അനുകൂലമല്ലാതെ മാറി. എന്നാൽ ഇന്ന് പറഞ്ഞ ദൈവാത്മാവ് ഏതോ ഒരു ആന്റിയെ നോക്കി ഇതിനകത്ത് പറയുന്നു, നിന്റെ മൂത്ത സമ്പത്തിക്ക് വേണ്ടി മെഡിസിൻ മേഖലയിൽ ആമേ റെസിഡൻസി സാഹചര്യത്തിൽ ചില പേപ്പറുകൾ ദൈവാത്മാവ് ഒരുക്കിയെടുക്കുന്നു. പാളയത്തിൽ ഒന്നുമില്ലമ്മേ, പക്ഷെ ഇന്ന് രാത്രിയിൽ കടലിന്റെ അടിത്തട്ടിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറ ജനിക്കുന്നതിന് മുന്നമേ ഒരു ലിവ്യദാനെ വളർത്തിക്കൊണ്ട് വന്ന ദൈവം അവന്റെ തക്ക സമയത്ത് പൊക്കിയെടുത്ത് തലയെ വെട്ടി ആമേൻ ഹല്ലേലൂയ പൊക്കിയെടുത്ത് പിടിച്ചെടുക്കുവാൻ കഴിവുള്ള ആമേൻ മോശയുടെ കൂടെ ഇരുന്ന ദൈവത്തെ ഇന്ന് രാത്രി കരമടിച്ചു സ്വന്തം ചെയ്യേ. ഇത് നിന്നുള്ള ദൂതാണ്, ഇത് കൺവെൻഷനാണ്. എങ്കിലും ആത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ആത്മാവിനെ വിളിച്ചു പറയുക. ആമേൻ ചില കെട്ടുകൾ പൊട്ടുന്നത്, ചില ലിവ്യദാനെ തലയെ തകർക്കുന്നത് നീ അനുഭവിക്കേണ്ടതിന്, നിന്റെ തലമുറ അനുഭവിക്കേണ്ടതിന്, നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടതിന്, നിന്റെ ഭർത്താവ് അനുഭവിക്കേണ്ടതിന്, നിന്റെ ഭാര്യ അനുഭവിക്കേണ്ടതിന് അവൻ തിന്നുകളയുന്ന സീസൺ എന്ന പോലെ തല പൊക്കി വരുന്ന ഊറ്റി കുടിക്കുന്ന ചില സർപ്പവ്യാപാരങ്ങൾ, ദിവ്യദാന ശക്തികൾ ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ ഇതിനകത്ത് തകരുന്നത് ആത്മാവിനെ കാണുമ്പോൾ receive the Lord. പ്രാർത്ഥിച്ചു ചെയ്യാമെടുക്കുക. ഈ മീറ്റിംഗ് കഴിയുമ്പോ ചില സ്റ്റേറ്റിന്റെ വാതിൽ നീ തുറക്കാൻ പോകുക. ഇവിടുത്തെ കൗണ്ടിയുടെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ചില മാനേജ്മെന്റിനോട് ദൈവം സംസാരിക്കാൻ പോകുക. നീ ചുറ്റും കറങ്ങി നോക്ക്, നിനക്ക് നാമെ ചുറ്റും പരാജയമുള്ള ഒരു മരുഭൂമിയാ, ശൂന്യമായ സ്ഥലമാ. നിന്റെ ബുദ്ധി കൊണ്ട് അളന്നു, നിന്റെ ശക്തി കൊണ്ട് അളന്നു, പക്ഷെ ഒന്നും കണ്ടെത്തിയില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മാ പറയുന്നു, നീ അറിയാത്തൊരു വാതിൽ ഇതിനകത്തുനിന്ന് പൊക്കിയെടുത്തിട്ട് ചിലതിന്റെ തല നിന്റെ പേര് പറഞ്ഞ് തകർക്കാൻ പോകുക. ഇസ്രായേലിന്റെ പേര് പറഞ്ഞ് ചിലതിന്റെ തലയെ തകർത്തെങ്കിൽ എന്റെ അമ്മേ ഇന്ന് രാത്രി നിന്റെ പേര് പറഞ്ഞ് ചിലതിന്റെ തലയെ തകർക്കാൻ പോകുക. അഭിഷിക്തനെ നിന്റെ പേര് പറഞ്ഞ് ചിലതിന്റെ തലയെ തകർക്കാൻ പോകുക. മോശയുടെ കൂടെ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പദം ഉപയോഗിക്കുമ്പോൾ എന്റെ തലമുടി നാല് മുതൽ ഉള്ളങ്കാല് വരെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിലെ കഷ്ടതയേറിയ നിമിഷങ്ങളിൽ പാസ്റ്റർ പറഞ്ഞ 8 വർഷം, 8 വർഷമല്ല 10 വർഷം ഞാൻ എന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നമ്മൾ വചനം പ്രസംഗിക്കുകയില്ല, ഇനി നമ്മൾ സുവിശേഷ പ്രസംഗം ചെയ്യുകയില്ല. കാരണം നിൽക്കാൻ പറ്റാത്തൊരു മേഖലയുണ്ടായിരുന്നു. ചുറ്റോട് ചുറ്റ് ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമി ഉണ്ടായിരുന്നു. സഹായിക്കാൻ ആരുമില്ലായിരുന്നു. രക്തബന്ധങ്ങൾ എന്ന് പറയുന്നവർ പോലും വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ലായിരുന്നു. പലരും പറഞ്ഞു ശുശ്രൂഷ നിൽക്കത്തില്ല. പലരും പറഞ്ഞു ഇനി ഒരു ഭാവി ഇല്ല. പലരും പറഞ്ഞു ചെവി കൊണ്ട് കേട്ടു ഇനി ഒരു കുഞ്ഞുണ്ടാകുകയില്ല. ഒരു ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ആദ്യത്തെ കുഞ്ഞിനുണ്ടാകുന്ന രോഗം ആ കുഞ്ഞിനും പിടിക്കപ്പെടും. ഒരു ഡോക്ടർ പറഞ്ഞു ഇത്രയും സമയം കഴിഞ്ഞു പോയി, റിസ്ക് എടുക്കണ്ട. പക്ഷെ ഒരിക്കൽ ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ പറഞ്ഞു, മാനുഷിക വിധികളെ തിരുത്തിയിരുന്ന അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ വിശ്വാസം പറയട്ടെ, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന രാത്രി അഗ്നിസ്തംഭവും കൊടുത്ത് പാമ്പിന്റെ കടിയേറ്റ് അവിടെ നിന്ന് പിച്ച സർപ്പത്തെ പൊക്കിക്കൊടുത്തു, രക്ഷപ്പെട്ടു. കയ്പ് മാറി, മധുരമാക്കി മാറി. കാലിലെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, വസ്ത്രം മുഷിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇത്രയും ഓർത്തു. പക്ഷെ അന്ന് ഇസ്രായേലിനെ മരുഭൂമികൾ നടന്നിട്ട് വാർത്തു പോലുമില്ല. അവര് വളരുന്നതനുസരിച്ച് അവരുടെ വസ്ത്രം വളർന്നു. അതെല്ലാം അനുഭവിച്ചറിഞ്ഞ ജനം ഇവിടെ വന്നപ്പോ പുറകുറുക്കുക. ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും നന്മയൊക്കെ തന്നിട്ടും ചെറിയൊരു കാലുവേദന വരുമ്പോ പുറകുറുക്കുക. ഇന്നെന്താ സഹോദരി യോഗത്തിന് പോകാഞ്ഞ്? രാവിലെ എഴുന്നേറ്റപ്പോ കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പറ്റുന്നില്ല. ഇന്നലെ ജോലിക്ക് പോയായിരുന്നോ? ഇന്നലെ ഞാൻ കാലും വെച്ചോണ്ട് ജോലിക്ക് പോയി.
കാലും വെച്ചോണ്ട് ജോലിക്ക് പോയി. എന്നാ പിന്നെ നിനക്ക് ഇന്നും വെച്ചോണ്ട് പോയാൽ പോരായിരുന്നോ? എന്നാൽ ശ്രദ്ധിച്ച് കേൾക്ക്, ചെറിയ ചെങ്കടലല്ല വലിയ ചെങ്കടൽ. അതിനെ മാറ്റിയിട്ടാ ഇവിടെ കൊണ്ടുവന്നേ. ഒരു ആമേൻ പറ. ആമേൻ. എന്നാ ഇപ്പൊ കിടപ്പ് എവിടെ അറിയാമോ? ഒരുമിച്ച് പറ, ഒരുമിച്ച് പറ. ജോർദാൻ. എന്താ ജോർദാൻ? ഇവിടെ ഇരിക്കുന്ന ചെല്ലു പറഞ്ഞ എന്റെ ഉപദേശി ഒത്തിരി നാളെ കൊണ്ട് ആഗ്രഹമാണ് ഈ ദൂതനെ ഏറ്റെടുക്കുക. എന്താ അമ്മച്ചി? ഞാൻ ജോർദാനിൽ പോകുന്ന കാര്യം അതല്ല. പോയിട്ട് വേണ്ടേ കിടക്കാൻ? എന്റെ പൊന്നെ, അതല്ല ജോർദാൻ. ഇന്ന് പല ഉപദേശിമാരും കൊണ്ടുപോകാറുണ്ട്. കാരണം കൊണ്ടുപോകുന്ന എന്താന്ന് ചോദിച്ചാൽ മറ്റങ്ങോ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇവിടെയെങ്കിലും കൊണ്ടുപോകാൻ. സ്തോത്രം. അയ്യോ, എല്ലാം മൂടും പോയി. ഇപ്പൊ നോക്കിക്കേ, പോകുന്നത് നല്ലതാ, കാണുന്നത് നല്ലതാ, ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാ. നിരീശ്വരവാദിയൊക്കെ യേശുവിനെ വിശ്വസിക്കുമല്ലോ, നല്ല കാര്യം. എനിക്ക് വല്ലതും പണം ഞാനും പോകും, ഇല്ലാത്തോണ്ടോ പോവാത്ത. അപ്പം എതിരില്ല, അപ്പൊ ക്ലീൻ ആയല്ലോ. ജോർദാനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ജോർദാൻ മാറുമെന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിക്കുക, ദൈവമേ ഇത് കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ കണ്ടത് അച്ചക്കോലാറും മൂഴിയാറും ഒക്കെയാ, പിന്നെ എങ്ങനെ ഇത് മാറുന്നേ? ആ ജോർദാന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ പാസ്റ്റർ ഇവിടുത്തെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോയെന്നിരിക്കട്ടെ, അദ്ദേഹം മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു സഹോദരിയെ കണ്ടു, കാറ് നിർത്തിയിട്ട് ഇറങ്ങി വരുന്നു. യോ പാസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? എന്താ കയ്യില്? ഞാൻ ഇച്ചിരി പച്ചക്കറി വാങ്ങിക്കാൻ വന്ന. സഹോദരി എന്തുകൊണ്ട്? ഞാനും ഇച്ചിരി പച്ചക്കറി വാങ്ങിക്കാൻ വന്ന. ഓക്കെ, സ്തോത്രം, അടുത്ത ആഴ്ച കാണാം. ഓക്കെ. പാസ്റ്റർ പോയി, വിശ്വാസിയും പോയി. വാസ്തവത്തിൽ പാസ്റ്ററോട് ചോദിച്ച ചോദ്യം, എന്തിനാ വന്നേ? പാസ്റ്റർ പറഞ്ഞു, 1 കിലോ കിഴങ്ങ്, 1 കിലോ സവാള, 1 കിലോ 1 കിലോ പാവയ്ക്ക, 1 കിലോ ആമ വെണ്ടയ്ക്ക, പിന്നെ പച്ചക്കറി നിങ്ങൾക്ക് അറിയില്ലല്ലോ. അവിടെ 1 കിലോ തക്കാളിക്ക്, 1 കിലോ മുരിങ്ങ, പോകട്ടെ, മുരിങ്ങയ്ക്ക, ഈ പാവയ്ക്ക പറഞ്ഞു മച്ചി. അമ്മ ഇതൊക്കെ പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തോ? ഇല്ല. പിന്നെ പാസ്റ്റർ എന്താ പറഞ്ഞേ? പച്ചക്കറി കേട്ടപ്പോ ആന്റിക്ക് പിടി കിട്ടി, ഇതിനകത്ത് ഈ പറയുന്ന സാധനം മൊത്തമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ പാസ്റ്റർ പ്രസംഗിക്കുന്ന ജോർദാൻ മാറും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അനുഭവിക്കുന്ന ക്യാൻസർ ആകാം, കാലുവേദനയാകാം, കൈവേദനയാകാം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകാം. ഇതൊന്നും എടുത്തു പറയാതെ മൊത്തം കൂടെ കൂട്ടിയിട്ടിട്ട് നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളെ മുഴുവനും ഒന്ന് കൂട്ടിയിട്ടിട്ട് പച്ചക്കറി എന്ന് വിളിച്ചതുപോലെ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മൊത്തത്തിൽ ഞാൻ വിളിക്കുന്ന പേരാ ജോർദാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ മുമ്പിൽ കിടക്കുന്ന ജോർദാൻ മാറിയാലേ ഈ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. ഈ വാഗ്ദത്തത്തിൽ പോകണമെങ്കിൽ ഈ ജോർദാൻ വഴി മാറണം. ഇന്ന് രാത്രിയിൽ പക്ഷെ ജോർദാൻ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി പറയുന്നു, ഞാൻ ഇവിടിട്ട് കൊല്ലും, ഇവിടിട്ട് നശിപ്പിക്കും, ഇവിടിട്ട് പരാജയപ്പെടുത്തും, നിന്റെ നന്മയെല്ലാം ഞാൻ കാർന്നു തിന്നും, നിന്നെ കടക്കാരനാക്കും, നിന്റെ ജോലി നഷ്ടപ്പെടുത്തും, നിന്റെ ഭാര്യയെ ഞാൻ കൊല്ലും, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നുകളയും. ജോർദാൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അല തല്ലി പറയുമ്പോൾ നീ പകച്ചു നിൽക്കുകയാ. എങ്ങനെയാണ് പോകുന്നത്? പക്ഷെ ദൈവാത്മാവിന്റെ മകൾ അങ്ങനെ ആരോടോ പറയുന്നു, ജോർദാന്റെ വെല്ലുവിളി കണ്ട് നീ കരയാതെ നീ തലപൊക്കി നോക്ക്. ഇതിനപ്പുറത്ത് നിനക്കൊരു വാഗ്ദത്തമുണ്ട്, ഇതിനപ്പുറത്ത് നിനക്കൊരു അവകാശമുണ്ട്, ഇതിനപ്പുറത്ത് നിനക്കൊരു വാഗ്ദത്ത ഭൂമിയുണ്ട്. അതിന്ന് പകൽക്കാലം നിനക്ക് തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആ അഭിഷേകത്തോടെ സ്വർഗം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം അന്യഭാഷയെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പോരാ ശക്തിയോടെ ആത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന കാണുന്നു. ഇന്നലെ വരെ നിനക്കും നിന്റെ നന്മയ്ക്ക്, നിനക്ക് നിന്റെ ജോലിക്ക്, നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിനക്ക് നിന്റെ ഭർത്താവിനും, നിനക്ക് നിന്റെ ആരോഗ്യത്തിനും എതിരെ ഒഴുകിക്കൊണ്ടിരുന്നതായ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ നീ എത്ര കഷ്ടപ്പെട്ടിട്ട്, നീ എത്ര നിലവിളിച്ചിട്ട് പൊങ്ങി വരാതെ, പൊക്കി വിടാതെ നിന്നെ മുക്കിക്കളയുന്ന, തലയ്ക്ക് മീതെ വെല്ലുവിളിക്കുന്ന ജോർദാന്റെ ഒഴുക്കിനെ, അതിന്റെ മേലൊഴുക്കിനെ ഈ രാത്രിയിൽ ദൈവാത്മാവ് എടുത്തു മാറ്റുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇത് പിശാചിന്റെ ലാസ്റ്റ് രാത്രി, ഇത് പിശാചിന്റെ ലാസ്റ്റ് രാത്രി. ഇന്നലകളിൽ ബന്ധിച്ച, ഇന്നലകളിൽ പിടിച്ചു കൊണ്ടുപോയ, ഇന്നലകളിൽ മുക്കിക്കളഞ്ഞ, ഇന്നലകളിൽ ആടെ തട്ടിക്കൊണ്ടുപോയ കോടാലി പോലെ നിന്റെ നന്മയെ മുക്കിക്കളഞ്ഞ ജോർദാന് ഇന്ന് രാത്രി വഴി മാറി, വഴി മാറി, വഴി മാറി. നിനക്കൊരു ജയം തരാ എന്നെ ദൈവം മതിയായവൻ. കരയുന്ന ചിലതിനെ ദൈവാത്മാവ് കാണുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ചിലതിനെ ദൈവാത്മാവിനകത്ത് കാണുന്നു. നിന്റെ അടുത്തിരിക്കുന്നത് നോക്കണ്ട, നീ പൊട്ടിക്കരഞ്ഞോ, നീ പലവട്ടം കാല് വെച്ചതാ മുമ്പോട്ട്.
പക്ഷേ വീതി കുറഞ്ഞതാണെങ്കിലും ആഴം കൂടിയത് മനസ്സിലാക്കി നീ കാല് പുറകോട്ട് വലിച്ചു. ചെറിയ വിഷയമായ എൻ്റെ മാതാവേ പിതാവേ, നാടൻ രീതി പറഞ്ഞ ഉള്ളി പൊളിച്ചതേ ഉള്ളൂ. പൊളിച്ചു വരുമ്പോ ഒന്നും കാണത്തില്ല. പക്ഷെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഉറക്കം കെടുത്തി കളയുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുർമന്ത്രവാദ ഭൂരികൾ, അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ വാക്തത്വങ്ങളിലേക്ക്, നിന്നോട്, നിന്റെ തലമുറയോട്, നിന്റെ കുടുംബത്തോട് വർഷങ്ങളായി മാസം പറഞ്ഞ്, ഡേറ്റ് പറഞ്ഞ്, ഇയർ പറഞ്ഞ് വാക്തത്വങ്ങൾ നിറവേറാൻ കഴിയാതെ രോഗിയാക്കി ബന്ധിച്ച് വാക്തത്വത്തിലേക്ക് കടത്തിവിടാണ്. ഇവിടിട്ട് കൊല്ലുമെന്ന് പറയുന്ന ജോർദാന്റെ ശക്തി, കലങ്ങി മറിയുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്തു അഴിഞ്ഞു മാറുന്നത് ആത്മാവിനെ കാണുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ എവിടെ ഇരുന്നാലും ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ കെട്ട് ദൈവം അഴിക്കുകയാ. ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്ന വചനം വേഗത്തിൽ സഞ്ചരിക്കുകയാ. നീ കിടക്കുന്ന കിടക്കയിൽ, നീ നിൽക്കുന്ന ഇരിപ്പിടത്തിൽ, നീ ചെയ്യുന്ന ജോലിയിൽ, നിന്റെ കിച്ചണകത്ത് യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. വിട്ടുകൊടുക്ക. ഇന്ന് രാത്രി വർഷങ്ങളായി നിന്നോട് ഒഴുകിക്കൊണ്ടിരുന്ന, നിന്റെ കുടുംബത്തിന് നേരെ ഒഴുകിക്കൊണ്ടിരുന്ന യോഗം അതിനെ കേട്ട് അതിന്റെ മേലെടുത്ത് മാറുകയാ. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് മാത്രമല്ല, ഈ ടിവിയിൽ കൂടെ കേൾക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ദൈവദാസനെ, ഇത് വലിയൊരു മിനിസ്ട്രിയാ. ഇവിടുത്തെ ചില വ്യക്തികൾ ഒരു കെട്ടിടത്തിനകത്തൊതുങ്ങുമ്പോൾ സ്വർഗം നിന്നെ ലോകം മുഴുവനും വിശാലമാക്കുകയാണ്. ഇത് നിർത്തരുത്. ഇവിടുന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദി ഗ്രാമങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, രാജ്യങ്ങൾ തോറും ഒഴുകുന്നത് ആത്മാവിനെ കാണുന്നു. എനിക്കറിയില്ല, ഞാൻ സമയത്തെ ഭയക്കുന്നു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തിലേക്ക് മടങ്ങി വരാം. എന്താണ് ജോർദാൻ? നിനക്കും നിന്റെ നന്മയ്ക്കും നടുക്കൂടെ ഒഴുകുക കലകി മറിയുന്ന ശക്തി. ആരാധിച്ചു, ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കേ. നാള് കുറെ ആയില്ലേ ചുമന്ന് കണക്ക് ഇറങ്ങിയിട്ട്, നാള് കുറെ ആയില്ലേ പ്രവാചകന്മാരുടെ പുറകെ നടന്നിട്ട്, നാള് കുറെ ആയില്ലേ കരയാൻ തുടങ്ങിയിട്ട്, നാള് കുറെ ആയില്ലേ നിലവിളിക്കാൻ തുടങ്ങിയിട്ട്, നാള് കുറെ ആയില്ലേ നീ പട്ടണത്തിൽ വന്നിട്ട്. ഇന്ന് രാത്രി എന്താ ബന്ധിക്കപ്പെട്ട് നടക്കുന്നത്? അതിന്റെ മേലെടുക്ക് ഇന്ന് രാത്രി നിന്നെ വിട്ടു മാറി പോകുന്നു. കാലമടിച്ച് ആത്മമണ്ഡലങ്ങളിൽ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ചിലതിന്റെ മേലെടുക്ക് നിന്റെ തലക്ക് വീട് ഒഴുകിയത്, നിന്റെ തലമുറയ്ക്ക് വീട് ഒഴുകിയത്. നിന്നെ ആ കസേര ഇരുത്തത്തില്ലെന്ന്, നിനക്ക് ആ ജോലി തരത്തില്ലെന്ന്, നീ ചെയ്യേണ്ട ജോലിയെ ചൈനക്കാരനെയും ബംഗാളിയെയും യഹൂദനെയും ഇരുത്തിയിട്ട് നിന്റെ നന്മയെ അപകടത്തിൽ നിർത്തി ജോർദാനകത്ത് കൊണ്ടുപോയി അടിയൊഴുക്കി കൊണ്ടുപോയി കളഞ്ഞ് നിന്നെ കടക്കാരനാക്കി, നിന്നെ രോഗിയാക്കി, നിന്നെ കള്ളനാക്കി, നിന്നെ ബന്ധിക്കുന്ന പൈശാചിക മേഖലകള് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വന്ന വഴിയെ മടങ്ങിപ്പോകാം. ചിലതിനോട് ദൈവാത്മാവ് കൽപ്പിക്കുകയാ. സ്വർഗം ചലിക്കുന്ന ദേവദാസനെ, ഇന്ന് രാത്രി നിന്നെ കെട്ടിയ കെട്ട് ദൈവം അടിക്കുകയാ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കേ. ആത്മാവെന്നെ കാണിക്കുന്നത് ശലോമോന്റെ ദേവാലയത്തിനകത്ത് പുക പൊങ്ങിയതുപോലെ
ഇതിനകത്ത് പൊങ്ങി നിൽക്കുക. കർത്താവ് വീണ്ടും പറയുക, കുറെ നാളായില്ലേ ഇത് ചുമ്മിക്കൊണ്ട് കരയാൻ തുടങ്ങിയിട്ട്. പലരും ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ്, റീസൺ എന്താ? പല പ്രവാചകന്മാരും പ്രശ്നം പറഞ്ഞു, റീസൺ പറഞ്ഞില്ല. ഇന്ന് രാത്രി ആരെയോ തൊട്ട് വിളിച്ച് പറയാ, റീസൺ ഇത്രയേ ഉള്ളൂ, കലകി മറിയുന്ന ശക്തി നിന്റെ മുമ്പിലുണ്ട്. ആ പൊട്ടിക്കരയാൻ പറ്റുമെങ്കിൽ പൊട്ടിക്കരഞ്ഞു. എന്തിനാ നീ പിടിച്ചോണ്ടിരിക്കുന്നേ? ഈ കോട്ടൊക്കെ ദൈവം തന്നാണേ, ഈ വയറൊക്കെ ദൈവം തന്നതാ. കൊടുക്ക കർത്താവിന്. ഇന്ന് രാത്രി ആത്മമണ്ഡലങ്ങളിൽ ജയം പ്രാപിക്കട്ടെ, പുതുവഴികളെ തുറക്കട്ടെ, ബന്ധനം അടിയട്ടെ, വൈശാചിക മേഖലകൾ അടിയട്ടെ. ആത്മമണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി ചില മേലെടുക്ക് മാറുന്നത്, ചില കലക്കവെള്ളം മാറുന്നത്, ചില അന്ധകാര മണ്ഡലം വിട്ടുമാറുന്നത് വചനത്തിന്റെ വെളിപ്പാടിനാ, ദൈവവചനത്തിന്റെ ആസ്തിയ വൈശാചിക മേഖലകൾ കൂടിറങ്ങി മാറുന്നത്. ഭർത്താവിന്റെ മദ്യപാനം, കുഞ്ഞുങ്ങളുടെ അനുസരണമില്ലായ്മ, വീട്ടിൽ നിറഞ്ഞിപ്പോയ സാഹചര്യം ഇന്ന് രാത്രി ദൈവജനതയെ നിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തുകയാ. ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോലെയാ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇന്ന് രാത്രിയുടെ കേൾക്കുന്ന പ്രവചനം 4 മാസം കഴിഞ്ഞുള്ള കാര്യമല്ല, അടുത്ത വിന്ററിൽ നടക്കേണ്ട കാര്യമല്ല. ഇന്ന് രാത്രി നീ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പേ എത്ര കിലോമീറ്റർ അപ്പുറം വെളിപ്പെടേണ്ട ദൈവശക്തി ആണെങ്കിലും ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയുകയാ. ഈ കോമ്പൗണ്ട് വിട്ടു പോകുന്നതിന് മുമ്പ് ചിലതിനോട് ഇടപെടാവുകയാ. നിന്റെ കണ്ണുനീരിന് മറുപടി തരാവുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകാവുകയാ. എലിസബത്തിനോട് സക്കറിയാവിനോടും ദൈവാത്മാവ് പറഞ്ഞ പ്രവചനം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകാവുകയാ. എന്റെ നേരെ ഇരിക്കുന്ന സഹോദരി, നിന്നോടാ ദൈവാത്മാ പറയുന്നേ, നിന്റെ കെട്ട് കർത്താവ് ഇന്ന് രാത്രി അഴിക്കുക. എലിസബത്തിനോടും സക്കറിയാവിനോടും ദൈവം വാഗ്ദത്തം പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിന്നോടുള്ള വാഗ്ദത്തം ദൈവം നിറവേറ്റാൻ പോകുക. ഓ പ്രാപിച്ചോ 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 പ്രാപിച്ചോ. ഒരു ഗോള് പോലെ നീ ചലിക്കട്ടെ. ഇന്നലെ വരെ കാണാത്ത ദൈവസാന്നിധ്യം നിന്റെ കുടുംബത്തിൽ വരട്ടെ. ഓ നിന്റെ ശരീരത്തിൽ നിന്ന് വെളിപ്പെട്ട് വരട്ടെ. തലത്തിലെന്ന് പറഞ്ഞ് വാദിക്കുന്ന, ആമെ മുടക്കിക്കളന്ന് വെല്ലുവിളിക്കുന്ന ചില അന്ധകാര മുഖങ്ങൾ ഹന്നായെ കണ്ടതുപോലെ ഇന്ന് രാവിലെ ഇന്ന് രാത്രി നിന്നെ ദൈവം തൊടുകയാ. അഭിഷേകത്തിന് പ്രാപിച്ചോ. അടുത്ത പദം ജോർദാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇനിയും പറയാൻ സമയം എടുക്കുന്നില്ല. പല ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ജോർദാൻ എന്താണെന്നുള്ളത്. ഇനി ഇതെങ്ങനെ മാറും? 3-ാം അധ്യായം 3-ാം വാക്യം. 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ടു പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. ഒരാമേൻ പറഞ്ഞോട്ടെ. ഓരോ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം. എന്താണ് ജോർദാൻ? മനസ്സിലായോ? യെസ്. ഇനി മാറുന്നത് എങ്ങനെയാ? ഒരു ഭാഗം മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ബാക്കി ഭാഗം നമ്മൾ നാളെ ചിന്തിക്കും. പ്രാർത്ഥനയോട് വരണം, ആരും മിസ് ചെയ്യരുത്. ഇവിടെ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചിരിക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും പെട്ടകത്തെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്ഥലം വിട്ടു പുറപ്പെട്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെ പിന്തുടരണം. അതിനെ ചുമക്കുന്നവരുടെ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ടു പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. അതിന്റെ മുന്നാലെ അല്ല,
ഒരുമിച്ച് പറഞ്ഞാട്ടെ, പിന്നാലെ. ചിലർക്ക് മുന്നാലെ പോകാൻ ഇഷ്ടം. പാസ്റ്ററുടെ മുന്നാലെ, വിശ്വാസിയുടെ മുന്നാലെ, ദൈവപ്രവർത്തിയുടെ മുന്നാലെ പോകാനാണ് ഇഷ്ടം. എന്ന കർത്താവ് പറയുകയാണ്, നിന്റെ വിഷയത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ ജോർദാൻ എന്ന് മനസ്സിലായല്ലോ. നീ അഭിമുഖീകരിക്കുന്ന നിന്റെ വിഷയത്തെ ജോർദാൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് വ്യത്യാസം വരണമെങ്കിൽ എത്ര സന്തോഷമുണ്ട് ഇന്ന് രാത്രി. നീ പെട്ടകത്തിന്റെ പിന്നാലെ എന്ത് ചെയ്യണം? പോകണം. ഇനി ഇത് പ്രത്യേകത, ഈ പെട്ടകം ആരാ ചുമക്കുന്നേ? പുരോഹിതന്മാർ. ആരായി പുരോഹിതന്മാർ? ലേവ്യനാണ് പുരോഹിതന്മാർ. ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങി വരാം. ആരായി ലേവ്യൻ? ഈ ദൂത് പറഞ്ഞ് ഞാൻ കൂടി പ്രാർത്ഥിക്കാൻ പോകും. ആഴമായൊരു ദൂത് ഇന്ന് പകൽ ഇതിനകത്ത്, ഇന്ന് രാത്രിയിൽ ഇതിനകത്തുണ്ട്. സ്തോത്രം. ആരാണ് ലേവ്യൻ? ഇത്ര ഭയങ്കരമായ ജോർദാനിൽ നിന്ന് അക്കരെ കൊണ്ടുപോകുവാൻ ഒരു ഗോത്രം വരുന്നു, അല്ലെങ്കിൽ പുരോഹിതൻ വരുന്നു. ആരായി പുരോഹിതൻ? ലേവ്യന്റെ ചരിത്രം മാത്രമല്ല പഠിക്കേണ്ടത്. ഈ പാളയത്തിനകത്ത് 12 വിധ ഗോത്രമുണ്ട്. എത്ര ഗോത്രമുണ്ട്? 12 വിധ ഗോത്രം. 12 ഗോത്രം എന്ന് പറയുമ്പോൾ 12 ഗോത്രവും ഒരപ്പന്റെ മക്കളാണ്. പഴയ നിയമ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഒരപ്പൻ ജീവിച്ചിരുന്ന 10, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പ്രായപക്വത, കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ തിരിച്ചറിവായി കഴിഞ്ഞ ശേഷം, ഈ അപ്പന്റെ നിര്യാണ സമയത്ത് കുറച്ചു മുമ്പേ, പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മക്കളെ മുമ്പോട്ട് വിളിച്ചു വരുത്തിയിട്ട് പറയും, ഇതിന്റെ മുകളത്തെ 5 സെന്റ് നിനക്കും, അതിന്റെ താഴെ കാണുന്ന 3 സെന്റ് വർക്കലെ കെട്ടിച്ച കൊച്ചിനും, അതിന് താഴെ കാണുന്ന 8 സെന്റ് ആമേൻ ചേർത്തലെ കെട്ടിച്ച കൊച്ചിനും. ഹലോ, എനിക്ക് ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും അറിയാത്തോളാം, ഞാൻ അവിടുത്തെ കാര്യം പറയുന്നത്. ഈ വീടും ഈ പറമ്പും എൻ്റെ ഭാര്യ മരിക്കണം വരെ അവക്കും, മരിച്ചു കഴിഞ്ഞിട്ട് സൗദിയിലായിരിക്കുന്ന നമ്മുടെ ഇളയ കൊച്ചിനും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അയ്യോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പൊ ഞങ്ങള് എന്തൊക്കെയോ വലിയ സംഭവം, ഒന്നുമില്ല, പേടിക്കണ്ട. അങ്ങനെയായിരുന്നു പഴയ നിയമകാലത്ത്, അല്ല പഴയ കാലത്ത് അപ്പച്ചന്മാരെ കൊടുത്തു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് മൊത്തം മൂത്ത കൊച്ചിനും, സ്റ്റേറ്റ് ബാങ്ക് മൊത്തം ഇളയ കൊച്ചിനും, പിന്നെ കാനറ ബാങ്കിൽ കിടപ്പുണ്ട് കുറച്ച്, അത് അവള് മരിക്കണം വരെ അവക്കും, അത് കഴിഞ്ഞിട്ട് തല്ലുകൂടി എടുത്തോളാൻ പറയും. പഴയ നിയമകാലത്ത് ഒരപ്പൻ തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ അല്ലായിരുന്നു. കാണാൻ കഴിയും, യാക്കോബും ഏശാവും അല്ലേ, സത്യത്തിൽ കബളിപ്പിച്ച് വാങ്ങിച്ച അനുഗ്രഹമാണ്. അവന്റെ ഫ്യൂച്ചറിന് വേണ്ടത് അവൻ വാങ്ങിച്ചത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, അപ്പൻ 12 മക്കളെയും വിളിച്ച് മുന്നിൽ കൊണ്ടു നിർത്തി ഒരു ആഴമായ ദൂത് പറയാൻ പോവുകയാണ്. ദൈവനെ പഠിപ്പിച്ച ദൂത്. 12 മക്കളെ പിടിച്ചു നിർത്തിയിട്ട് പഴയ നിയമകാല പശ്ചാത്തലം അനുസരിച്ച് ഇവരുടെ തലയെ കൈവച്ച് എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. ഇത്ര മാത്രമേ ഉള്ളൂ. ആ അനുഗ്രഹം കൊണ്ട് വേണം അവന്റെ കാലത്തും, അവന്റെ മക്കളുടെ കാലത്തും, അവന്റെ മക്കളുടെ കാലത്തും എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. അത് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് വേണം അനുഗ്രഹം വാങ്ങിക്കാൻ. പക്ഷെ 12 മക്കളെ അപ്പം പിടിച്ചു നിർത്തിയിട്ട് സകലതിനെ കൈവച്ച്, വലത്തെ കൈവച്ച് അനുഗ്രഹിച്ചു. പക്ഷേ ഒരു ഗോത്രത്തിൽ വന്നപ്പോൾ ഞാനങ്ങ് പറയുക, ഇടത്തെ കൈവച്ചിട്ട് പറയുക, എൻ മനമേ ഇവന്റെ യോഗത്തിൽ എന്ത് ചെയ്യരുത്? കൂടരുത്, ഇവന്റെ മന്ത്രങ്ങൾ അകപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് തമ്പാറ് കുത്തും, ഇവൻ ഇടയ്ക്കിടയ്ക്ക് അന്യഭാഷ പറയും, ഇവൻ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രമൊക്കെ എന്ത് ചെയ്യും? പറയും. പക്ഷെ ആ യോഗത്തിലൊന്നും നിങ്ങളാരും എന്ത് ചെയ്യണ്ട. അയ്യോ, ബൈബിളിൽ ഇല്ല, തെറ്റിദ്ധരിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് തപ്പാൻ പോവാ. നോക്കിക്കേ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ലേവിയുടെ തല കൈവച്ചു, നീ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ലേവിയൻ ആരാ? ശപിക്കപ്പെട്ടവൻ. അന്നു മുതൽ അച്ചാച്ചന്മാരായ 11 ഗോത്രം ലേവ്യനെ ഒരു കാര്യത്തിൽ അടുപ്പിക്കത്തില്ല. ഒരു യോഗം വെച്ചാൽ വീട്ടിൽ കയറ്റത്തില്ല. ഒരു ബർത്ത്ഡേ വെച്ചാൽ ഇവരെ ക്ഷണിക്കത്തില്ല. ലേവ്യന്റെ മക്കൾക്ക് ഒരു ഊണ് കൊടുക്കത്തില്ല. ഒരു വിരുന്നുശാല നടത്തിയ ലേവ്യന്റെ മക്കളെ വിളിക്കത്തില്ല. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കത്തില്ല. പുറത്തുനിന്ന് ഞാനോ നീയോ ചോദിക്കുക, എന്താ ഇത്? പാളയത്തിൽ അവർക്ക് പറയാൻ റീസൺ ഉണ്ട്. ഒന്നേ ഉള്ളൂ, ഇവരപ്പോൾ ശപിച്ചതാ. അപ്പൻ എന്ത് ചെയ്താ? ശപിച്ചതാ. അപ്പൻ ശപിച്ച ലേവ്യന്
പാളയത്തിൽ എന്നും മാറി മാറി ഒറ്റയ്ക്ക് കിടന്നു. ഒരുത്തനും അടുപ്പിച്ചില്ല, ഒരു യോഗത്തിനും കൂട്ടിയില്ല, ഒരു നേരത്തെ ആഹാരം കൊടുത്തില്ല. പക്ഷേ ഈ ജനം പർവ്വതത്തിൽ കൂടെ പോകും, പാളയത്തിൽ കൂടെ കടന്നു പോകുമ്പോ മോശ ദൈവത്തോട് കാര്യം പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം. ടോയ്ക്ക് വേണ്ടി കരയുന്ന കുഞ്ഞിനെ പോലെ, അപ്പന്റെ വാന്റെ അള്ളിപ്പിടിച്ച് കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ അവൻ ഈ മോശ തമ്പുരാനോട് പറഞ്ഞു, അപ്പ ഞാൻ മുൾപ്പുറപ്പിൽ തീ പോലെ നിന്നെ കണ്ടിട്ടുണ്ട്. ആമേൻ. ഞാൻ കൊട്ടാരത്തിൽ ശബ്ദം പോലെ കേട്ടിട്ടുണ്ട്. എന്നാൽ മരുഭൂമിയിൽ ഞാൻ നിന്റെ മൃദുസ്വരം അനുഭവിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഞാൻ നിന്നെ മുഖാമുഖം എന്തിയിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. മോശ തീരുമാനിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, മോനെ നിർബന്ധം കാണിക്കരുത്. ചില കാര്യത്തിലൊക്കെ നീ എടുത്തിയാട്ടം കൊണ്ട് നിർത്തണ കുഞ്ഞെ. നീ എന്നെ കണ്ടാൽ പപ്പടം പോലെ പൊള്ളിപ്പോകും. കാരണം ഞാൻ പണ്ട് ഏതനി വന്നതാ, തേജസ് ഉള്ളപ്പോഴാ, പിന്നെ വന്നിട്ടില്ല. ഇനി നിന്റെ അടുക്ക് വന്ന് നീ തകർന്നു പോകും, കരിയായി പോകും. നിന്നെ എനിക്ക് വേണമടാ. ഒരു ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുക. അതുകൊണ്ട് നീ ഇപ്പൊ തകരാൻ പാടില്ല, നീ എന്നെ കാണരുത്. സ്വർഗത്തോടും അപ്പനോട് ആമേൻ മോശ തുറന്നു പറഞ്ഞു, ഇല്ല കർത്താവേ, നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എന്ത് കണ്ടാലും ചാമ്പലാകണോ ചാമ്പലാകട്ടെ, കരിയാകണോ കരിയാകട്ടെ. ഇവിടെ വരെ കൊണ്ടുവന്ന് ആ ചെങ്കടലകത്ത് വഴി തുറന്നു വന്ന, ഓ എനിക്ക് നിന്നെ കാണണം. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുക. ആ ജനം കമ്പും കല്ലും എടുത്തു, എന്നെ തല്ലാൻ നോക്കി, എന്നിടയ്ക്ക് പിറുപിറുത്തു. ഈ ചെങ്കന്റെ മുമ്പിൽ ഞാൻ പകച്ചു നിന്നു. അവർ വടി കൊണ്ട് ഇതിനെ വഴി തുറന്നു വന്ന, നിന്നെ എനിക്ക് കേട്ടാ പോരാ, നിന്നെ എനിക്ക് കാണണം, നിന്നെ എനിക്ക് അറിഞ്ഞാ പോരാ, നിന്നെ എനിക്ക് കാണണം, നിന്നെ കെട്ടിപ്പിടിക്കണം, നിന്നോട് എനിക്ക് ചേരണം, നിന്റെ മാറോട് ചേർന്ന് എനിക്ക് ഇരിക്കണം. മോശയുടെ നിർബന്ധം സ്വർഗം ശരിവെച്ചു. ഇത് പറഞ്ഞു നിർത്താം. ഇതെപ്പോ തീരുന്നു, അന്നേരം യോഗം തീരും. പെട്ടെന്ന് തീരാൻ പ്രാർത്ഥിച്ചു. എന്തോ വന്നാലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ കാണും. തമ്പുരാൻ പറഞ്ഞ കാര്യം ചെയ്യും. നമ്മുടെ ദൈവം മഹാദൈവമുള്ളവനും മനസ്സലിവുള്ളവനുമാണ്. കുഞ്ഞുങ്ങൾ എന്തോ പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് വഴങ്ങുന്ന ദൈവമാണ്. ആരുടെ പുറകെ ക്രൂരനും അതൊന്നുമല്ല നമ്മുടെ ദൈവം. സിമ്പിളാ. ഒന്ന് പരിചയപ്പെട്ടു പോകണം വല്ലപ്പോഴൊക്കെ. നമ്മുടെ കൂടെ നിൽക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ തന്നെ നമ്മളെ കൊല്ലും. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ അറിഞ്ഞു. ഈ പ്രായത്തോടെ എന്റെ യേശുവിനെ ഞാൻ തൊട്ടതാ. പലരും മാറി നിന്നപ്പോൾ തലയ്ക്ക് മീതെ ഓളം തല്ലിയപ്പോൾ, ഏക കുഞ്ഞിന്റെ മരണം മുഖാമുഖമായി കണ്ടപ്പോൾ, 7 ദിവസം എന്റെ കുഞ്ഞിന്റെ ഹാർട്ട് ഓപ്പണാക്കി വെന്റിലേറ്ററിനകത്ത് വെച്ചപ്പോൾ, 7 ദിവസവും രാവിലെ പ്രഭാതത്തിൽ കുഞ്ഞിനെ പോയി കണ്ടിട്ട് തിരുവല്ലയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും കണ്ണൂരും പോയി യേശു ജീവിക്കുന്ന പ്രസംഗിച്ചൊരപ്പന ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഇനി എന്തു വന്നാലും ഈ അപ്പനെ വിട്ടു പോകുകയില്ല. കാരണം എന്റെ കുഞ്ഞിന്റെ ആ സ്ഥിതിയിൽ എന്നെ നിർത്തിയ ദൈവം, എന്റെ ജീവിക്കുന്ന ദൈവം, ഞാൻ അവനെ കണ്ടതാ, ഞാൻ അവനെ രുചിച്ചതാ, ഞാൻ അവനെ തൊട്ട